ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെടുത്ത് ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതറിൽ എവിടെയും പേര് എടുത്തു? ഓർമ്മയുണ്ടോ? എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഹെഡിങ്സ്? കെമിക്കൽ പ്രോപ്പർട്ടിയില സെക്കൻഡ് ഹെഡിങ്. അപ്പൊ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? കെമിക്കൽ അസിഡിറ്റി അല്ലെ. അസിഡിറ്റിയില് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? അസിഡിറ്റിയിലാ അല്ലെ. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് അല്ലെ. H+ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഓൾറെഡി പറയുന്ന ആൽക്കഹോൾ റിയാക്ട് വിത്ത് എന്താണ്? മെറ്റൽ അല്ലെ. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയം മെറ്റൽ ടു ഫോം കറസ്പോണ്ടിങ് ആൽക്കോക്സ് അല്ലെ. സോഡിയം ആൽക്കോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അതാണ് ഫസ്റ്റ് എഴുതിയത് അല്ലെ. ദെൻ അത് കഴിഞ്ഞ് ഫിനോളിന്റെ ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളൊരു കമ്പാരിസൺ ചെയ്തു. ഏതായിരുന്നു അസിഡിറ്റിയുടെ ഓർഡർ? പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെർഷ്യറി. അപ്പോ ടെർഷ്യറി അല്ലെ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. വൈ? എന്തായിരുന്നു? മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഡാഷ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെ. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വരുമ്പോൾ അവിടെ ഇൻഡക്റ്റീവ് എഫക്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ അസിഡിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫിനോൾ ആൻഡ് ആൽക്കഹോൾ വിച്ച് ഈസ് മോർ ആസിഡ് ആൻഡ് വൈ? ഫിനോൾ. കണ്ടോ? ചാടി പറഞ്ഞു കേട്ടോ. അറിയാതെങ്കിലും പറഞ്ഞ ഫിനോള് കറക്റ്റ് വന്നു അല്ലെ. ഓർത്ത് വെക്കാം അല്ലെ. വൈ? എന്റെ റീസൺ പറ. ഒറ്റ ഓടി പറയണം. എങ്കിൽ എന്ത് പറയും? നമ്മൾ എഴുതിയേക്കുന്ന ഒരു 4 അല്ലെ ലൈനും 5 ലൈനൊക്കെ ഉള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷെ അത് ഒറ്റ ഓടി പറഞ്ഞാൽ എന്താ? 2 പോയിന്റ് ആണ് അതിൽ. എന്താ ഓർത്ത് വെക്കണ്ടേ? ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആദ്യം പറഞ്ഞാൽ എന്തായിരിക്കും? ഫിനോക്സൈഡ് അയൺ മോർ റെസൊണന്റ് സ്റ്റെബിലൈസ് ദാൻ ദാറ്റ് ഓഫ് ദി ആൽക്കോക്സൈഡ് അയൺ. അത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് വെച്ചാണ് എഴുതിയത് അല്ലെ. ഒറ്റ വേർഡിൽ പറയുമ്പോൾ ഫിനോക്സൈഡ് അയൺ മോർ റെസൊണന്റ് സ്റ്റെബിലൈസ് ദാൻ ദാറ്റ് ഓഫ് ദി ആൽക്കോക്സൈഡ് അയൺ. Therefore ഫിനോൾ ഈസ് മോർ അസിഡിക്. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? OH directly attached to a benzene ring. Benzene ring എന്ന് പറയുമ്പോൾ എന്താ? sp2 hybridized carbon atom. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താണ് എസ്ട്രിഫിക്കേഷൻ അല്ലെ. ഓക്കെ. അതാണ് എസ്ട്രിഫിക്കേഷൻ പറയാൻ റെഡി ആയിട്ട് വെക്കുന്നത്. എന്തായിരുന്നു എസ്ട്രിഫിക്കേഷൻ? അല്ലെ. ആൽക്കഹോൾ ഓർ ഫിനോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് അല്ലെ ഓർ അൺഹൈഡ്രൈഡ് ടു ഫോം എസ്റ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ എസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എഴുതിയത് ലാസ്റ്റ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഡാഷ്. അവർ കഴിക്കുന്ന ടാബ്ലറ്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. ആസ്പിരിൻ അല്ലെ. ആസ്പിരിൻ ഡാഷ് പ്ലസ് ഡാഷ് ഗീവ്സ് ആസ്പിരിൻ. Salicylic acid react with the acetyl anhydride to form aspirin അല്ലെ. ഓർത്ത് ഇത്രയും വരെ എഴുതിയെന്ന് എന്റെ ഓർമ്മ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കുക. ആ ഒരു കണക്ഷൻ കിട്ടണം അല്ലെ ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വഴി ചോദിക്കാം കേട്ടോ. കിട്ടണം. ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഇവിടം വരെയാണ് കേട്ടോ. ഓക്കെ. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്ന ഇവിടം വരെയാണ്. ഇന്ന് നമുക്ക് അടുത്ത അതിന്റെ ചെറിയ കുറച്ച് ടോപ്പിക്സുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എല്ലാവരും ബുക്കൊക്കെ എടുത്തോ. ആൽക്കഹോളിന്റെ അടുത്ത ചെറിയ ഇക്വേഷൻസുകളാണ് ഇനി നമുക്ക് വരുന്ന. ഒന്ന് ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് ആയിട്ടുള്ള റിയാക്ഷന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കാണ് എഴുതാൻ പോകുന്നത്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ആൽക്കഹോൾ റിയാക്ട് വിത്ത് hydrogen halide. Alcohol react with a hydrogen halide. അവിടെ ബ്രാക്കറ്റില് ലൂക്കാസ് ടെസ്റ്റ് എന്ന് എഴുതി വെക്കാം. ലൂക്കാസ് LUCAS ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് റിയാക്ഷൻ വിത്ത് ആൽക്കഹോൾ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. ബ്രാക്കറ്റില് ഈ ഹെഡിങ്ങിന് നമ്മൾ എഴുതുന്നത് ലൂക്കാസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. LUCAS ലൂക്കാസ് ടെസ്റ്റ്. അപ്പൊ ലൂക്കാസ് ടെസ്റ്റ് നമ്മൾക്ക് എക്സാമിന് ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ചോദിക്കുന്ന അതേ മെത്തേഡിലും അതേ പോയിന്റിലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അതിലിങ്ങനെയാണ്: ടെർഷ്യറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ടു ഫോം ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി. അതാണ് ആദ്യം വരുന്നത്. അപ്പോ ലൂക്കാസിലെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കും. ഓക്കെ. ഓർത്ത് നോക്കാം. അപ്പൊ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എവിടെ പഠിച്ചതാണ്? ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരീനില് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ROH
ROH ഏതോ പ്രൈമറിയോ സെക്കൻഡറിയോ ഒന്നും അവർ പറയുന്നില്ല. അതിലേക്ക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ, HCl ആൻഡ് ZnCl2. അപ്പൊ ഈ HCl ആൻഡ് ZnCl2 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂക്കാസ് റിയേജന്റ് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത്. HCl ആൻഡ് ZnCl2 ഇതിനെയാണ് നമ്മൾ ലൂക്കാസ് റിയേജന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോ ROH ആൽക്കഹോൾ പ്ലസ് HCl ആൻഡ് ZnCl2 ടു ഫോം എന്ത് വരും? OH നെ റീപ്ലേസ് ചെയ്ത് അവിടെ RCl കണ്ടോ, ഓർത്ത് നോക്കുക, RCl വരും. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻ അല്ലെ, അവിടെ പഠിച്ചേക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ആക്ച്വലി ബൈ പ്രോഡക്റ്റ് വേണ്ട, ഇത്രയും വരെ മതി, RCl. ഓക്കെ, അപ്പൊ ഇതാണ് ലൂക്കാസ് റിയേജന്റ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇത് അങ്ങ് എടുത്ത് എഴുതി വെക്കുക. ഫിനോള് വർക്ക്ഔട്ട് ചെയ്യില്ല, എന്തുകൊണ്ടാണ്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം എഴുതി വെച്ചു. ഫിനോളിനെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻസ് ഒക്കെ കൊടുത്ത് ആ സിറ്റുവേഷനിലേക്കൊക്കെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ലൂക്കാസ് റിയേജന്റ് ഏതാന്ന് താഴെ ഒന്ന് എഴുതി വെക്കുക. ലൂക്കാസ് റിയേജന്റ് HCl പ്ലസ് ZnCl2 അതിനെയാണ് ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. HCl പ്ലസ് ZnCl2 അതാണ് ലൂക്കാസ് റിയേജന്റ്. HCl പ്ലസ് ZnCl2 ലൂക്കാസ് റിയേജന്റ്. HCl plus ZnCl2 ലൂക്കാസ് റിയേജന്റ്. ദെൻ നെക്സ്റ്റ് തൊട്ട് താഴെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് നമുക്ക് കൂടുതൽ ഇതിൽ നിന്ന് ചോദിക്കാൻ, അത് ഇക്വേഷൻ അല്ല. തൊട്ട് താഴെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ടെറിഷറി ആൽക്കഹോൾ, നെക്സ്റ്റ് ലൈനില് ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. Tertiary alcohol react with Lucas reagent. Tertiary alcohol react with Lucas reagent to form turbidity. To form turbidity immediately. To form turbidity immediately. അവിടെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. To form turbidity immediately. Next line എഴുതി വെക്കാം. Secondary alcohol react with Lucas reagent to form turbidity after 5 minutes. Secondary alcohol react with Lucas reagent to form turbidity after 5 minutes. Third point. Primary alcohol does not react with Lucas reagent in room temperature. Heat ചെയ്താൽ നടക്കും കേട്ടോ. Primary alcohol does not react with Lucas reagent in room temperature. ഇനി നിങ്ങൾക്ക് ബോർഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ബോർഡില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 4 ചാപ്റ്ററിനായിട്ട് ഒരു ഡിസ്റ്റിങ്ഷ് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ബോർഡും കൂടി പറയാം. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 ടൈപ്പാണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഓർഗാനിക് എന്ന് ചോദിക്കുകയുള്ളൂ. അതിൽ ആദ്യത്തെ പറഞ്ഞു പേരുള്ള റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു, കോൾപ്സ്, റൈമർ ടൈമൻ അങ്ങനെയൊക്കെ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ അടുത്ത ഒരെണ്ണമാണ് ഈ എളുപ്പമുള്ളതാണ്, ഒന്ന് ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. ഇനി മാർക്ക് കൂടുതൽ വരുന്നതാണ് ABCD ക്വസ്റ്റ്യൻ ആൻഡ് കൺവേർഷൻ എന്ന് പറയും. ABCD, റിയാക്ട് വിത്ത് ദാറ്റ് ടു ഫോം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ദാറ്റ് ടു ദാറ്റ് എന്ന് പറയുന്ന, അതാണ് മെജോറിറ്റി അല്ലെങ്കിൽ മെയിൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് തേർഡിൽ വരുന്നത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഡാഷ് കിട്ട് കുറെ ചോദിക്കുന്ന മാർക്ക് വെയിറ്റ് ചെയ്ത ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അത് തന്നെയാണ് ടഫ്. പിന്നെ വരുന്നതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. മെക്കാനിസം എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്ററിലും വരുന്ന എല്ലാ മെക്കാനിസവും നമ്മൾ പഠിച്ചു പോകും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗീവ് റീസൺ. അപ്പൊ ഈ 5 ടൈപ്പ്. ഇനി ഒരെണ്ണം കൂടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സൈനോ ഹൈഡ്രൻ അങ്ങനെയുള്ള ചില കോംപ്ലക്സ് ഇക്വേഷൻസ് ഉണ്ട്. അതിനെ മാറ്റി വെക്കുമ്പോൾ ഒരു 6ാമത്തെ ടൈപ്പ്. അധികം ചോദിക്കാറില്ല, നമുക്ക് ബോർഡിനൊന്നും വന്നിട്ടില്ല, പക്ഷെ വന്നാൽ അതൊരു ടോപ്പ് ആവും. അതൊരു 6ാമത്തെ ടൈപ്പായിട്ട് വെക്കാം. അങ്ങനെ ഈ 6 ടൈപ്പിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫുൾ ആവും. ആ രീതിയിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ചോദിക്കും? നോക്കിക്കോ. പ്രൊപ്പൻ 1 ഓൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ.
ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൊപ്പൻ 1 ഓൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ. ഇതായിരിക്കും ചോദ്യം. പ്രൊപ്പൻ 1 ഓൾ, പ്രൊപ്പൻ 2 ഓൾ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞ ആൻസർ. ഇത് പ്രൊപ്പൻ 1 ഓൾ, ഇത് പ്രൊപ്പൻ 2 ഓൾ. ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൊപ്പൻ 1 ഓൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? അത് പ്രൈമറി. ഇതെന്തായിരിക്കും? സെക്കൻഡറി. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ എഴുതുന്നത്? ആൻസർ ഒന്ന് പറഞ്ഞേ. പ്രൊപ്പൻ 1 ഓൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ്. ആണോ? ഇല്ല, ഡസ് നോട്ട് റിയാക്ട് വിത്ത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ എഴുതും. കണ്ടോ? ഓർത്ത് നോക്കാം. നോ റിയാക്ഷൻ ഇൻ റൂം ടെമ്പറേച്ചർ. എഴുതിയില്ലെങ്കിൽ മാർക്ക് തരില്ല. ഇതിന് നമുക്ക് റിയാക്ഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഹീറ്റ്. അപ്പൊ ഈ സെയിം ഇക്വേഷൻ തന്നെ ഹീറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് കിടപ്പുണ്ട്. ഒരു ചെറിയൊരു ഹീറ്റ് കൊടുത്താൽ ഈ OH വരും. അല്ലെങ്കിൽ എന്താ? നോ റിയാക്ഷൻ. ഇനി ഇതെന്ത് എഴുതും? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ എഴുതാം. അല്ലെ, ZnCl2. നിങ്ങൾ എന്ത് എഴുതും? അല്ലെ, ഇവിടെ OH CH3 കേട്ടോ. എന്നിട്ട് വേർഡിൽ എഴുതാം. നേരത്തെ എഴുതിയേക്കുന്ന പോലെ വേർഡിൽ എഴുതണം കേട്ടോ. ഏതാ? Cl. കേട്ടോ, അങ്ങനെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കാം. ഇതുപോലെ കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൊപ്പൻ 1 ഓൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ. How to distinguish propan 1 all and propan 2 all. How to distinguish propan 1 all and propan 2 all. How to distinguish propan 1 all and propan 2 all. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ വേണ്ട, പക്ഷെ പരമാവധി ആൾക്കാർ ഓൺ ആക്കി വെക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ കിട്ടണം കേട്ടോ. ഓക്കെ, എല്ലാവരും തന്നെ ഓൺ ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ഒന്ന് അറ്റൻഡീവ് ആവും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഓൺ ആക്കി വെക്കാം. റയാൻ അല്ലെങ്കിൽ ഓൺ ആക്കി വെക്കുന്നതാണ്. എഴുതിയോ കേട്ടോ. ഇവിടെ നോ റിയാക്ഷൻ. എക്സാമിന് എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വേർഡിൽ എഴുതണം കേട്ടോ. എക്സാമിന് എഴുതുമ്പോൾ പ്രൊപ്പൻ 1 ഓൾ റിയാക്ട് വിത്ത് ലൂക്ക അങ്ങനെ വേർഡിലും കൂടി എഴുതി വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യരുത്. ഓൺലൈനില് ഗൂഗിള, ആരോൺ, അമർ, ആത്മ, അക്വിൻ വീഡിയോ ഓൺ ആക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവില്ല. ആരോൺ എന്ത് പറയുന്നുണ്ടല്ലോ? എന്നാ വേണ്ട. ഓക്കെ, ചില ആൾക്കാർക്ക് നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാ കേട്ടോ. ഓർത്ത് നോക്കാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട, പരമാവധി ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ നല്ല മഴയുണ്ട് കേട്ടോ, ഭയങ്കര ചില ഏരിയയിൽ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. അടുത്ത ഹെഡിങ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. അവിടെ എഴുതി വെച്ചോ. ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ആൽക്കഹോൾ അണ്ടർഗോ ഡീഹൈഡ്രേഷൻ. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. റിമൂവൽ ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. റിമൂവൽ ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. റിമൂവൽ ഓഫ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ടു ഫോം ആൽക്കീൻ. ടു ഫോം ആൽക്കീൻ ഓൺ ട്രീറ്റിംഗ് with a protic acid. On treating with a protic acid. പറഞ്ഞുതരാം കേട്ടോ. പ്രോട്ടിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H+ റിലീസ് ചെയ്യുന്ന ഏത് ആസിഡിനെയും പ്രോട്ടിക് ആസിഡ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാവും? H2SO4, HCl, H3PO4 അവരൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. ബ്രാക്കറ്റില് എന്തൊക്കെ എഴുതാം? H+ റിലീസ് ചെയ്യുന്ന ഏതിനെയും നമുക്ക് എന്ത് വിളിക്കാം? പ്രോട്ടിക് ആസിഡ് കേട്ടോ. ഓർത്ത് നോക്കാം. പ്രോട്ടിക് ആസിഡ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ കേട്ടോ. H2SO4,
H3PO4, etc. Then അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ കൂടി എഴുതി വെക്കാം. ഡീഹൈഡ്രേഷനില് CH3 CH2OH എത്തനോൾ ആണ്. എത്തനോൾ അല്ലെങ്കിൽ ഏത് ആൽക്കഹോൾ ആയാലും കൊള്ളാം. അവിടേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 443 Kelvin 443 Kelvin CH2 double bond CH2 CH2 double bond CH2 CH2 double bond CH2 CH2 double bond CH2 ഇത് കിട്ടും ഈഥീൻ അല്ലേ? അത് നോക്കാം, ഈഥീൻ ആണ് H2 double bond CH2. CH3 CH2OH concentrated H2SO4 443 Kelvin CH2 double bond CH2 ഈഥീൻ കിട്ടും. ഈ ടെമ്പറേച്ചർ 413 കെൽവിൻ ആയാൽ ഈഥർ കിട്ടും. അത്രയും വ്യത്യാസം ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചറിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇത് 413 കെൽവിൻ ആയ എന്താ കിട്ടുന്നത്? ഈഥർ. അപ്പൊ അടുത്തതിൽ ഈഥറിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് ഈ സെയിം തന്നെ കോൺസെൻട്രേറ്റ് H2SO4 ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഈഥർ കിട്ടും. ടെമ്പറേച്ചർ മാത്രം മാറ്റും കേട്ടോ. ഓക്കെ, അത് എഴുതും, ഇത് രണ്ടും എഴുതും കേട്ടോ, കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതും. ഇതിന്റെ മെക്കാനിസം ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ചാപ്റ്ററിൽ 3 മെക്കാനിസം ഉണ്ട്. അതില് ഇത് തേർഡ് മെക്കാനിസം. ഇതിനു മുമ്പ് ഏതൊക്കെ മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈഥീൻ ടു എത്തനോൾ. ഇത് എന്താ? എത്തനോൾ ടു ഈഥീൻ തിരിച്ച് കണ്ടോ, ഓർത്ത് നോക്കി. ഈഥീൻ ടു എത്തനോൾ ഉണ്ടാവും, എത്തനോൾ ടു ഈഥീൻ ഉണ്ടാവും, രണ്ടെണ്ണമായി. ഇനി നെക്സ്റ്റ് എത്തനോൾ ടു എന്ത് വരും? ഈഥർ. ഡയറക്ട്ലി. അപ്പൊ ഈ മൂന്നെണ്ണം എന്തുകൊണ്ട് ഇത് മൂന്നും വന്നു? അപ്പൊ അതിന്റെ മെക്കാനിസം, ഉള്ളിൽ നടക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കാനിസം. വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മെക്കാനിസം എന്ന് പറയുന്ന സെക്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മെക്കാനിസം. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടായി അല്ലെ, 1 സെക്കൻഡ് കൊണ്ടായി, അതിന്റെ മെക്കാനിസം പറയാൻ പറഞ്ഞാൽ വെറുതെ ആവോ അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ എഴുതി അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അതുപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതും. ഇത്രയേ ഉള്ളൂ, പക്ഷെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 3 സ്റ്റെപ്സിലാണ് നടക്കുന്നത്. അത് പറയും കേട്ടോ. അത് ലാസ്റ്റ് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എഴുതി തരും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ തന്നെ ഒരു ഓർഡർ ഉണ്ട്, താഴെ എഴുതി വെക്കാം. ദ റിലേറ്റീവ് ഈസ് ഓഫ് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞ ഈസിലി EASE. The relative ease of dehydration of alcohol. The relative ease of dehydration of alcohols following the following order. The relative ease of dehydration of alcohol. Dehydration of alcohols follows the following order. ഏത് ഓർഡറിലായിരിക്കും എന്നാണ് പറയുന്നത്? ടെറിഷറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ പ്രൈമറി. ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി കേട്ടോ. ഒന്ന് എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ ഇത് സെമി ടെമ്പറേച്ചർ അല്ലേ? നിങ്ങൾ ടെറിഷറി ആണെങ്കിൽ ചിലപ്പോൾ ടെമ്പറേച്ചർ പോലും വേണ്ട, പെട്ടെന്ന് ആ റിയാക്ഷൻ നടക്കും. വൈ? ഡീഹൈഡ്രേഷൻ ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നത് എവിടെയായിരിക്കും? ടെറിഷറി കേട്ടോ, ഓർത്ത് നോക്കുക. ഡീഹൈഡ്രേഷൻ ഈസി ആയിട്ട് നടക്കുന്നത് എവിടെയായിരിക്കും? ടെറിഷറി. അതാണ് ഓർത്ത് നോക്കുക. റിലേറ്റീവ് ഈസിനെസ് ഓർഡർ എന്ന് പറയുന്നത് ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി കേട്ടോ, ഓർത്ത് നോക്കുക. ഇതിന്റെ ഒരു ക്വസ്റ്റൻ ഇവിടെ അല്ല വരുന്നത്. ഇതിന്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് അവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എലിമിനേഷൻ എന്ന് പറഞ്ഞ്. അവർക്കനെ പറ, ഇയാൾ പറയണേ കേട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച തുടങ്ങുന്നതിന് മുമ്പ്. ഇയാൾക്ക് എക്സാം ഉണ്ട് അല്ലേ? മറ്റന്നല്ലേ? നാളെ എക്സാം ആണ് കേട്ടോ, പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അർത്ഥം എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് എന്ത് റിയാക്ഷൻ ആണ്? എലിമിനേഷൻ ആണ്. ഇവിടുന്ന് ആരാ പോയത് ബൈ പ്രൊഡക്റ്റ്? ഓക്കെ, ഇവിടെ നിന്ന് ഒരു OH ഇവിടെ നിന്നൊരു H ഉണ്ടോ? ഇവിടെ നിന്ന് ഒരു H OH. അപ്പൊ എന്താവും? HOH കൂടി ചേർന്ന H2. അങ്ങനെ H2O ഈസി ആയിട്ട് നടക്കുന്നത് എവിടെയാണ്? ടെറിഷറിയിലാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ സെക്കൻഡറി ആൻഡ് ടെറിഷറി വന്നാൽ ഈതർ ഒന്നും ഉണ്ടാവില്ല, ഓൾവേസ് എലിമിനേഷൻ ആയിരിക്കും. അതാണ് പറയുന്നത് എലിമിനേഷൻ കോമ്പീറ്റ് ഓവർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വേർഡ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത്രയും ഒന്ന് എഴുതി. ഇത് എഴുതിയോ? ചോദിച്ചു. ടെമ്പറേച്ചർ അതാ ഞാൻ പറഞ്ഞു, വളരെ മിനിമം ടെമ്പറേച്ചറിലായാലും ഇപ്പോൾ ഒരു 350 അതിലൊക്കെ നടക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ ലോവറിലൊക്കെ ഫോം ചെയ്യും
Then next heading, oxidation reaction. Oxidation of alcohol. അങ്ങനെ എഴുതി വെച്ചോ കേട്ടോ. Oxidation of alcohol. Oxidation of alcohol. Oxidation of alcohol. നമ്മൾ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിൽ സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ അതിൽ സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ആ കാർബോണിയൽ കോമ്പൗണ്ട് ഡാഷ് ചെയ്താൽ നമുക്ക് ആൽക്കഹോൾ കിട്ടും. എന്താ ചെയ്തേ? റിഡക്ഷൻ അല്ലെ? ആരൊക്കെയായിരുന്നു? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ദീസ് അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം ആൽക്കഹോൾ. അപ്പൊ തിരിച്ചൊന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. എന്താണ്? ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഫോം എന്തൊക്കെ കിട്ടും? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനകത്ത് 3 പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. എപ്പോ ആൽഡിഹൈഡ് കിട്ടും, എപ്പോ എന്ത് കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കും. പ്രൈമറി ആൽക്കഹോൾ, ഫസ്റ്റ് പോയിന്റ്, പ്രൈമറി ആൽക്കഹോൾ undergo mild oxidation, undergo mild oxidation. Primary alcohol undergo mild oxidation to form aldehyde. അപ്പോ പ്രൈമറി ആൽക്കഹോൾ ആരായിക്കോട്ടെ അതിനെ മൈൽഡ് ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഇതാണ് എത്തനോൾ അല്ലെ? എത്തനോളിന് CrO3 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓർ PCC, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, രണ്ടും എഴുതണോണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ CrO3 ഓക്സിഡൈസിങ് ഏജന്റ് ഓർ PCC. PCC എന്ന് പറഞ്ഞാൽ പിരിഡിനം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്ന റിയേജന്റ് ആണ് CrO3 അല്ലെ? ക്രോമിയം ട്രയോക്സൈഡ് എന്ന് പറയുന്ന CrO3 ഓർ PCC. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ഓക്സിഡേഷനാ? മൈൽഡ് ഓക്സിഡേഷൻ. എന്തായി മാറും? CH3CH അല്ലെ? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോ നമുക്കറിയാം എന്തായിരുന്നു അല്ലെ? ഹൈഡ്രജന് ഇവിടെ കണ്ടോ, ഈ ഇവിടുന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്താ പഠിപ്പിച്ചേക്കുന്നത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് എത്ര ഹൈഡ്രജൻ കളയും? ഒരു ഹൈഡ്രജൻ. ഇവിടെ നിന്ന് എത്ര ഹൈഡ്രജൻ കളയും? ഒരു ഹൈഡ്രജൻ ഉണ്ടോ? അപ്പൊ CH ഉണ്ടോ? അപ്പൊ അങ്ങനെയാണ് ആൽഡിഹൈഡ് വരുന്നത് കേട്ടോ. വേഗം എഴുതി വെച്ചു. അല്ല, 2 H2 ശരിയല്ലേ? ഇവിടെ നിന്ന് ഒരു H പോയാ CH, ഇവിടെ നിന്ന് ഒരു H പോയാ 2 H കൂടി ചേർന്ന് H2 ഉണ്ടോ? H2 ഉണ്ടോ? ഓർത്ത് നോക്കാം. ആ ബൈ പ്രോഡക്റ്റ് ഒന്നും എഴുതണം, ഇതുപോലെ എഴുതാം. ശരിക്കും അങ്ങനെയല്ല, ഓരോ സ്റ്റെപ്പിലാണ് അത് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ മൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായിട്ട് കിടക്കും, അത്രേ ഉള്ളൂ. ഇപ്പോ ചെറിയൊരു ചൂട്, കൂടുതൽ ഹീറ്റ്, ആ രീതി വരുന്നു. എന്ത് പറ്റും? കുറച്ചും കൂടി വന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആയി മാറും. കുറച്ചും കൂടി വന്നാൽ എന്ത് പറ്റും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കേട്ടോ. ഓർത്തോ. CH3CH2OH. ഓക്കെ അല്ലേ? ദെൻ അടുത്താണ് ഇത് എഴുതട്ടോ. എന്റെ എക്സാമ്പിൾ ആയിട്ട് ഇത് എഴുതണം. മൈൽഡ് ഓക്സിഡേഷൻ ആണ്, ആൽഡിഹൈഡ് ആണ്. ഇവിടെ നിങ്ങൾ പ്രൈമറി ആൽക്കഹോൾ, എത്തനോൾ ആണ് പ്രൈമറി ആൽക്കഹോൾ. അവിടെ എന്ത് എഴുതണം? ആൽഡിഹൈഡ്. അതിന്റെ പേര് ഇത് എത്തനോൾ, എത്തനാൽ. എത്തനോൾ, എത്തനാൽ. എത്തനോൾ, എത്തനാൽ. നെക്സ്റ്റ് അടുത്തത് primary alcohol undergoes strong oxidation. Primary alcohol undergoes strong oxidation to form എന്തുവരും? carboxylic acid. Carboxylic acid. ശരിക്കും ആൽക്കലൈൻ KMnO4 ഓർ അസിഡിഫൈഡ് K2Cr2O7. ഈ റിയാക്ഷൻ എവിടെ ആദ്യം പഠിച്ചത്? 10th നിങ്ങൾക്ക് കണ്ടത് അല്ലെ? ഓർത്ത് വെക്കാം. 10th ഓക്സിഡേഷൻ, ഓക്സിഡൈസിങ് റിയേജന്റ്
ഏജന്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് 10th അല്ലെ. ഓർത്ത് നോക്കുക. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിലുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. ഓർത്ത് നോക്കുക. CH3CH2OH KMnO4 or K2Cr2O7 CH3COH. The alkaline KMnO4 or acidified K2Cr2O7 എഴുതിയാ നല്ലത്. അല്ലെങ്കിൽ ആ KMnO4 or K2Cr2O7 എഴുതിയ. ഇവർ രണ്ടുപേരും എന്താ ഓറാണ് കേട്ടോ. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് ഓക്സിഡേഷൻ. അപ്പൊ അവിടെ എഴുതണം പ്രൈമറി ആൽക്കഹോൾ. അതെന്തായിരിക്കും? കാർബോക്സിലിക് ആസിഡ്. ഐപാക് നെയിം എത്തനോയിക് ആസിഡ് അല്ലെ. എത്തനോയിക് ആസിഡ്. Then third point. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ എടുത്ത് എഴുതണം കേട്ടോ. ക്ലിയർ ആയിട്ട് ചോദിക്കും ഞാൻ. Then aldehyde to carboxylic acid aldehyde to carboxylic acid. പറ്റും. ആൽഡിഹൈഡിനെ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് കൊടുത്താൽ എന്ത് പറ്റും? ഉണ്ടോ? ഓർത്ത് നോക്കാം. എന്ത് തന്നെ കൊടുത്താൽ മതി. ഇത് കൊടുക്കുക അല്ലെങ്കിൽ KMnO4 ഇട്ട് കൊടുക്കുക കേട്ടോ. PCC കേട്ടോ. അപ്പൊ നോർമലി ഇവിടെ എത്തുമ്പോഴും ഇതാ കൊടുക്കുക, സ്ട്രോങ് ആ കൊടുക്കുക. ഇവിടെ നിന്ന് സ്ട്രോങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? KM കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ജോൺസ് റിയേജന്റ് കൂടി നിങ്ങൾക്ക് ഉണ്ട്, CrO3 and H2SO4. ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആ. ഇനി ഇത് ഈ ഇക്വേഷൻ എവിടെ പഠിക്കും? ഇനി നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് ഇല്ലേ, വീട്ടിൽ പോയിട്ട് നോക്കുക. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആദ്യം ഇത് വീണ്ടും എഴുതി വെക്കും. അതിന്റെ പ്രിപ്പറേഷൻ ഇതെന്താ? ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. അതൊക്കെ ഇനി എവിടെ വരും? കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ലൂക്കാസ് റിയേജന്റ് വീണ്ടും വന്നില്ലേ, അതുപോലെ ഇങ്ങനെ വരും. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ അടുത്ത ചാപ്റ്ററുകൾ ഇനി ആൽഡിഹൈഡ് പ്രിപ്പറേഷനിൽ ആദ്യത്തെ എടുത്തു പോയി നോക്കിയേ, എന്തായിരിക്കും അവിടെ എഴുതി നോക്കാം? ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി പ്രിപ്പറേഷൻ, ഫസ്റ്റ് പ്രിപ്പറേഷൻ. മനസ്സിലായി? അപ്പൊ ഇന്റർകണക്റ്റഡ് ആ. രണ്ടാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ കണക്ഷൻ തുടങ്ങി കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഏതാ? സീരീസ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. പിന്നെയും കുറെ റിയേജന്റ് ഉണ്ട്. ഇവിടെ ഒരു ജോൺസ് റിയേജന്റ് ഉണ്ട്, CrO3 and H2SO4 എന്ന് പറയുന്ന ഒരു ജോൺസ് റിയേജന്റ് യൂസ് ചെയ്താൽ സ്ട്രോങ് ആവും. അത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ബോർഡിൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആ സമയത്ത് നോക്കാമല്ലോ. ഇവിടെ ഇനി അത് എഴുതി വെക്കണ്ടല്ലോ എഴുതിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് എന്ത് എഴുതണം? സെക്കൻഡറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ. സെക്കൻഡറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ to form ketone കേട്ടോ. ഓർത്ത് നോക്കാം. CrO3 or PCC. CH3COCH3 ketone. സെക്കൻഡറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ. അതുകൊണ്ട് തന്നെയാണ് മൈൽഡ് ഓക്സിഡേഷൻ തന്നെയാണ് അല്ലെ. CrO3 or PCC. ഇനി ഇവിടെ ഒരു കാര്യം കൂടി എഴുതി വെക്കുക. ഈ രണ്ട് ഇക്വേഷൻ ഫസ്റ്റും സെക്കൻഡും, ഇതല്ല ഫസ്റ്റും സെക്കൻഡും. ഇവിടെ നമുക്ക് ഒരു വേറെ റിയേജന്റ് ഉപയോഗിക്കാം. കോപ്പർ ആൻഡ് 573 ഓറാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും എഴുതേണ്ടി വരും. അത് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓർ ഇട്ടിട്ട് കോപ്പർ 573. അപ്പൊ നിങ്ങൾ കരുതും ഒരെണ്ണം പഠിച്ചാൽ പോരെ, എന്തിനാണ് അല്ലെ? ഇവിടെ വരാൻ വേണ്ടിയിട്ട് 5-6 വഴി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വഴി കൂടി പോകുന്ന എന്ന് ചോദിക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഡാഷ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. ഇവിടെ ഇവിടെ എ ഇടും, എന്നിട്ട് ഇയാൾ ഇടും, എന്നിട്ട് ഇതാണ്. ഇയാളെ പരിചയില്ലെങ്കിൽ നമ്മൾ പേടിക്കും. മനസ്സിലായി? കോപ്പർ ആൻഡ് 573 ഇതാണ് പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഓറിട്ട് വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് പഠിക്കണം. ഇതെല്ലാം ഓറാണ് കേട്ടോ. Any1. അപ്പൊ നിങ്ങൾക്ക് ഇത് കൺവേർഷൻ ചോദിക്കുമ്പോൾ ഇതെല്ലാം കൂടി എഴുതി വെക്കണം എന്നില്ല, ഒരെണ്ണം കൊടുത്താൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് ABCD ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ തരുമ്പോൾ ചിലപ്പോൾ അവര് ഇതായിരിക്കും ധരിക്കുന്നത്, ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ. PCCയുടെ ഫുൾ ഫോം എഴുതി വെച്ച് പിരിഡിനം ക്ലോറോക്രോമേറ്റ്. പിരിഡിനം ക്ലോറോക്രോമേറ്റ്. ക്ലോറോക്രോമേറ്റ്. CHROMATE ക്രോമേറ്റ് കേട്ടോ. ക്രോമിയം ഇല്ലേ, അതിനെ വിളിക്കുന്നതാണ് ക്രോമേറ്റ്. പിരിഡിനം ക്ലോറോക്രോമേറ്റ്. PYRIDINIUM പിരിഡിനം ക്ലോറോക്രോമേറ്റ്. ഇത്തിരി എത്തുമ്പോൾ ആൽക്കഹോളിന്റെ ഏരിയ തീരുകയാണ്. ഇനി നമുക്ക് ഫിനോൾ അല്ലെ, ഫിനോളിന്റെ ഇക്വേഷൻസുകളിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക്
substitution. Electrophilic aromatic substitution. Sorry. Tertiary alcohol oxidation. ടെർഷറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്ത ആൽക്കീനാ കിട്ടുക. എന്താ കിട്ടുന്നത്? ആൽക്കീൻ. കേട്ടോ, ഓർത്ത് നോക്കാം. അതൊന്നും ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ച എവിടെയെങ്കിലും. ടെർഷറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഫോം ആൽക്കീൻ. നോട്ടൊന്ന് എഴുതി വെച്ചോ. ടെർഷറി ആൽക്കഹോളിനെ നമ്മൾ കോപ്പർ ആൻഡ് 573 കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽക്കീൻ. കേട്ടോ, ഓർത്ത് നോക്കാം. അല്ല, വൺ വേർഡ് ആയിട്ടൊക്കെ വരാം. കേട്ടോ, ഓർത്ത് നോക്കാം. ാക്കിൽ കോപ്പർ ആൻഡ് 573 കൊടുക്കുക കേട്ടോ. നോർമലി അത് കോപ്പർ ആൻഡ് 573 വെച്ച് കൊടുക്കുന്നത്. മറ്റേതാണെങ്കിൽ അല്ലെങ്കിൽ നോ വരും. കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടർലൈൻ ചെയ്യാം. അതില് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The OH group attached to the benzene ring. The OH group attached to the benzene ring activates it towards electrophilic substitution. The OH group attached to the benzene ring activates it towards electrophilic substitution. Full stop. Also it direct the incoming group to ortho and para position. Ortho and para position. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. Electron rich in ortho and para position. ബ്രാക്കറ്റിൽ അതൊന്ന് എഴുതി വെക്കാം. Electron rich in ortho and para position. എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്ങും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ 11th പഠിച്ചു, അല്ലെങ്കിൽ ക്ലോറോബെൻസീൻ ഒക്കെ എടുത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നാലൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിംഗിൽ ഇനി വരുന്ന എല്ലാ ചാപ്റ്ററുകളിലും നിങ്ങൾക്ക് എഴുതുന്ന ഒരു വേർഡാണ്. എന്താണ് ഇപ്പൊ ഹെഡിങ് പറഞ്ഞത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ മാത്രം ഉണ്ടാവുള്ളൂ? ഈ ബെൻസീൻ റിംഗുമായിട്ട് ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്, ഫിനോൾ, ക്ലോറോബെൻസീൻ, അനിസോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഹെഡിങ് വരും. അപ്പോൾ ആ ഹെഡിങ്ങിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു OH ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരും. ഈ OH ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇതിൽ ഓക്സിജൻ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞേ? ഔട്ടർ മോസ്റ്റില് 6 ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഒരെണ്ണം ഹൈഡ്രജൻ കൊടുത്തു ഷെയർ ചെയ്യാനായിട്ട് കൊടുത്തു. ഒരെണ്ണം ബെൻസീൻ റിംഗിന് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? -4 അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോ ഇയാളാണ് ഓക്സിജൻ. ഇയാളുടെ 6 പേനയുണ്ട്. ഓക്സിജന്റെ ഇലക്ട്രോണിനെ പോലെ 6 പെൻ ഉണ്ടെന്ന് കരുതാം. ഒരെണ്ണം ഇയാൾ എഴുതുന്നു, വേറൊരെണ്ണം ഇയാൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി എത്ര ഉണ്ട്? 4. അതുപോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇയാളുടെ പേന റിച്ച് അല്ലേ ഇപ്പോ, അല്ലെ? എക്സ്ട്രാ ഉണ്ട് അല്ലെ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ആള് ഈ ബെൻസീൻ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ദ OH ഗ്രൂപ്പ് വായിച്ചേ. ബെൻസീൻ ടുവേഴ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനിയാണ് കഥ വരുന്നത്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ആണ് എക്സ്ട്രാ വന്നേക്കുന്നത്? ടോട്ടൽ 6 ആണ്. അതിൽ നിന്ന് ഒരെണ്ണം ഹൈഡ്രജന് ഷെയർ ചെയ്തു, ഒരെണ്ണം ബെൻസീൻ, ബാക്കി 4 ഇലക്ട്രോൺ. ഈ 4 ഇലക്ട്രോണില് ഈ ഒരെണ്ണം ഇതിലേക്ക് കൊടുക്കും. ഇതാണ് റെസണൻസ് വരുന്നത്. ഇവിടെ നിന്ന് അത് ഇവിടെ എത്തും. ഇവിടെ ഓർത്ത് നോക്കാം.
അങ്ങനെ എത്തുന്ന സമയത്ത് ഇതെന്താവും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ എന്ത് വരും? ഈ പൊസിഷനിൽ ഇലക്ട്രോൺ എത്തി. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. നെഗറ്റീവ് പോയാൽ എന്താവും? നെഗറ്റീവ് പോയാൽ എന്താവും? പോസിറ്റീവ്. സോ ഈ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി. അങ്ങനെ പോകുമ്പോൾ ഇത് പ്ലസ് ആകും. ഇവിടെ എന്താവും? മൈനസ്. മൈനസ് ആകും. ഉണ്ടോ? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അങ്ങനെ എത്ര സമയത്ത് ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. പതുക്കെ ഈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും അല്ലെ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായി. 2 ഇലക്ട്രോൺ കൊണ്ടല്ലേ ബോണ്ട് ഉണ്ടാവും ഇങ്ങനെ അല്ലെ? ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്താ ചെയ്യാന്ന് പറഞ്ഞത്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായല്ലോ നേരത്തെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായല്ലോ. ആ ഇലക്ട്രോൺ എവിടെ എത്തി? ഇവിടെ എത്തി. ശരിയല്ലേ? ആ ഇലക്ട്രോൺ ഇവിടെ എത്തി. ശരിയല്ലേ? ഈ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായി. ആ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ശരിയല്ലേ? പുറത്തു നോക്കാം. ഇനി ഈ ഡോട്ട് കൊണ്ട് ഇവിടെ ഒരു ഡോട്ട് ഇല്ലേ, ആ ഡോട്ടും കൂടി ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. ഇത് പോയി. മനസ്സിലായി? ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് അല്ലെ? 2 ഇലക്ട്രോൺ ഉണ്ടായി, 2 ഇലക്ട്രോൺ. അതിൽ ഒരെണ്ണം ഇവിടെ എത്തി, ബാക്കി ഇവര് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ കണ്ടതേ കണ്ടോ? ആ ഇലക്ട്രോൺ ഇവിടെ വരും. പുറത്തു നോക്കും. ഇപ്പൊ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണ് ഹയർ? ഓർത്തോ. അപ്പോ ഇവിടേക്ക് ഇലക്ട്രോഫൈൽ. ആരാണ് ഇലക്ട്രോഫൈൽ? പോസിറ്റീവ്ലി ചാർജ്. അങ്ങനെ പഠിച്ചാൽ മതി അല്ലെ? ഓർത്ത് നോക്കാം. Cl+, NO2+, അങ്ങനെ വരുന്ന ഒരാളാണ്. NO2+. ഇവിടെ വന്നാൽ എവിടേക്ക് പോകും? പ്ലസിന്റെ അടുത്ത് പോവും. പിന്നെ എവിടെ പോവും? ഇവിടെ പോകും. ഇതാണ് ഓർത്തോ. ഓർ ഇത് കുറച്ച് കഴിയുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. അതാണ് എന്താ? പാര. അപ്പോ ഈ ചാർജ് മൂവിങ് ആണ് റെസണൻസ് ആയിട്ട് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം മനസ്സിലാവുമോ? അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നമുക്കറിയേണ്ടത് എന്താ? ഈ NO2 ഇവിടെ വന്നു. എന്തുകൊണ്ട്? വൈ? അത് ഓർത്തു വെക്കണം. എന്തുകൊണ്ടാ? ഇലക്ട്രോൺ റിച്ച്. അപ്പൊ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉറപ്പിച്ചത് എന്താ? പോസിറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. അല്ലാത്തതുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. എവിടേക്കൊക്കെ പോകും? ഓർത്തോ ആൻഡ് പാര. വൈ? ഇലക്ട്രോൺ റിച്ച് ഇൻ ഓർത്തോ ആൻഡ് പാര. ഇനി ബെൻസാൽഡിഹൈഡ് മെറ്റാ ഡയറക്റ്റീവ്. വൈ? എന്ത് പറയും നിങ്ങള്? ബെൻസാൽഡിഹൈഡ് എന്തായിരിക്കും അല്ലെ? റെസണൻസ് എവിടെ വരും? മെറ്റാ പൊസിഷനിൽ കമ്പാരിറ്റീവ്ലി ഹൈ ഇലക്ട്രോൺ റിച്ച് ഉണ്ടോ? അപ്പൊ അവിടേക്ക് പോകും. അതിന്റെ മെയിൻ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി ഡീകോഡ് ചെയ്യാം. OH എന്ത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അതുകൊണ്ട് ആ വേർഡ് ഉപയോഗിക്കുന്നതിൽ ആക്ടിവേറ്റ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അത് കണ്ടല്ലോ ചെയ്തേ. ആക്ടിവേറ്റ്. ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഓൾറെഡി ഇലക്ട്രോൺ ഒക്കെ തന്ന അങ്ങ് ആക്ടിവേറ്റ് ആണ് അല്ലെ? ഇയാളെ ഇവിടെ ഇയാൾക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ തന്ന ആക്ടിവേറ്റ് ആക്കാം അല്ലെ? പുറത്ത് വെക്കാം. ഒരു തല്ല് തന്നാൽ ആക്ടിവേറ്റ് ആവോ? ഇല്ല അല്ലെ? പുറത്ത് വെക്കാം. അപ്പോ അങ്ങനെ അതുപോലെ ഇലക്ട്രോൺ അതിലേക്ക് ഡൊണേറ്റ് ചെയ്ത് ഈ ഗ്രൂപ്പിനെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നാണ് പറയാ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 വേർഡ് അതാണ്: ഇലക്ട്രോൺ റിച്ച് ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. Therefore ഫിനോൾ ഡാഷ് ഡയറക്റ്റീവ്, ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഇനി നമുക്ക് ഇതിൽ നൈട്രേഷൻ, അതുപോലെ തന്നെ ബ്രോമിനേഷൻ, ഹാലജനേഷൻ അങ്ങനെയുള്ളതൊക്കെ നടക്കുമ്പോൾ ഇതെല്ലാം ഓർത്തോ ആൻഡ് പാരയിലേക്ക് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി നമുക്ക് ഇതിന്റെ റിയാക്ഷൻസിലേക്കാണ് എഴുതുന്നത്. എഴുതി വെക്കുക നൈട്രേഷൻ. ഹെഡിങ് എഴുതി വെക്കുക നൈട്രേഷൻ. സബ് ഹെഡിങ് കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുന്ന സബ് ഹെഡിങ്ങുകളാണ് കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുന്നതാണ് ഇനി വരുന്ന എല്ലാ സബ് ഹെഡിങ്സുകളും. അപ്പൊ നൈട്രേഷൻ. നൈട്രേഷൻ 2 ടൈപ്പ് ആയിട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 2 ഇതായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ദേ വരക്കും. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എഴുതി വെക്കാം. ഇത് ഡൈലൂട്ട് HNO3, ഡൈലൂട്ട് HNO3, ഇവിടെ കോൺസെൻട്രേറ്റഡ് HNO3. അപ്പൊ ഡൈലൂട്ട് HNO3 കൊടുക്കുമ്പോ ഇത് ഓർത്തോ ആൻഡ് പാരയിലേക്ക് NO2 ഗ്രൂപ്പ് പോകും. ഓർത്തോ ആൻഡ് പാര. ഇവിടെ OH വരും, NO2 ഓർത്തോ പ്ലസ് പാര. ചോദിച്ചു ഏതാ? പ്രൊമോട്ട് ചെയ്യാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. H+ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ അത് വേണമെന്നില്ല. മനസ്സിലായി? ഓർത്തോ. പ്രൊമോട്ട് ചെയ്യാൻ H+ ഇട്ട് കൊടുത്താൽ മതി. അത് എന്താന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കോൺസെൻട്രേറ്റ് ഡൈലൂട്ട് HNO3 ഓർ കോൺസെൻട്രേറ്റ് HNO3 പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ലോ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി കോൺസെൻട്രേറ്റഡ് കൊടുക്കുന്ന സമയത്ത് ഇത് ഒരുമിച്ച് എല്ലാ സ്ഥലത്തേക്കും വരും.
NO2 NO2 NO2. ഇതിന്റെ IUPAC നെയിം എഴുതണം, കോമൺ നെയിം എഴുതും. ഇതിന്റെ പേരെന്തായിരിക്കും? 2-നൈട്രോഫിനോൾ. ഇതെന്തായിരിക്കും? 4-നൈട്രോഫിനോൾ. അല്ലെങ്കിൽ കോമൺ നെയിം എന്തായിരിക്കും? ഓർത്തോ നൈട്രോഫിനോൾ. ഇതെന്തായിരിക്കും? പാരാ നൈട്രോഫിനോൾ. നിങ്ങൾക്ക് ഓർത്തോ പാരൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പൊസിഷൻ എന്താ വിളിക്കുക? കേട്ടോ, ഓർത്തോ. ഓർത്തോ എന്ന് പറഞ്ഞാൽ നിയർ ബൈ പൊസിഷൻ. ഈ OHO അല്ലെങ്കിൽ ബാക്കി എന്റെ അടുത്ത് വരുന്ന പൊസിഷൻ ആണ് എന്ത്? ഓർത്തോ പൊസിഷൻ. ഓപ്പോസിറ്റ് വന്നാ നമ്മൾ പറയൂലേ, നമ്മൾ പണിയൊക്കെ തരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് പാരാ. കേട്ടോ, ഓർത്തോ. അതെ, ഇത് കണ്ടോ, ഓപ്പോസിറ്റ്, ഇയാളുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഇയാൾ ഇവിടെയാണെങ്കിൽ ഇയാൾ എന്ത് വരും? NO2 പുറത്ത് വരും. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇയാളുടെ ഓർത്തോ ആരാ? ഓർത്തോ ആരാ? തൊട്ടടുത്തിരിക്കുന്ന ആള് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഉണ്ടോ? ഓർത്ത് നോക്കാം. തൊട്ട് ബാക്കിലും വരും അല്ലെ? ഓർത്ത് നോക്കാം. അത് ഓർത്തോ, നിയർ ബൈ പൊസിഷൻ എന്നാണ് ഓർത്തോന് ഓർത്ത് നോക്കേണ്ടത്. പാര എന്തായിരിക്കും? ഓപ്പോസിറ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് മാറ്റിയൊക്കെ തരും കേട്ടോ. ഇപ്പൊ ഇവിടെ OH ഇടുകയാണെന്ന് കരുതാം. ഇത് ഓർത്തോ ആണോ പാരയാണോ മറ്റേയാണോ? പാര. എന്തുകൊണ്ടാ? OHന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? ഓർത്ത് നോക്കാം. ദെൻ ഇതെന്തായിരിക്കും? എന്തായിരിക്കും? മെറ്റ. അപ്പൊ ഇത് രണ്ടും അല്ലാത്ത ആളെന്ത് വിളിക്കണം? മെറ്റ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അടുത്താണോ ഓപ്പോസിറ്റ് ആണോ? അല്ലാത്ത ആൾക്കാരാ മെറ്റ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ചോദിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഒരു ടേം കിട്ടിയില്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ചോദിച്ചേക്കണം. ഓക്കെ. അപ്പൊ ഓർത്തോനെ അവര് O എന്നൊക്കെ ഇടുള്ളൂ കേട്ടോ അവര്. അല്ലെങ്കിൽ എന്ത് എഴുതണം? ഓർത്തോ. കേട്ടോ. ഓക്കെ, O എന്ന് ഇടാം. പിക്ക് ആണെങ്കിൽ പി, പാരക്ക് P എന്നൊക്കെ ഷോർട്ട് ഫോം ആക്കിയ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കണ്ടാവുള്ളൂ. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ ഇത് ഓർത്തോ നൈട്രോഫിനോൾ. ഓർ എന്താണ്? IUPAC നെയിം എന്താ? 2-നൈട്രോഫിനോൾ. രണ്ടും പറഞ്ഞു നോക്കണം കേട്ടോ. ഇതെന്തായിരിക്കും? 4-നൈട്രോഫിനോൾ. ഓർ എന്താണ്? പാരാ നൈട്രോഫിനോൾ. ഓക്കെ. ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഇത് അല്ലെ നമ്പർ ഇടുമ്പോ ഇത് ഇവിടെ നമ്പർ ഇടണേ കേട്ടോ. 1 2 3 4 5 6. എന്തിനാ അവിടെ നിന്ന് നമ്പർ ഇട്ടേ? ഇവിടെ നിന്ന് ഇട്ടായിരുന്നില്ലേ? എന്നിട്ട് OH-നാണ് പ്രയോറിറ്റി. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ് അല്ലെ? അപ്പൊ അയാൾക്ക് പ്രയോറിറ്റി അത് കൊടുത്തിട്ടേ വരുള്ളൂ. ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് എടുത്തു പോവുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ വരുമ്പോ പ്രയോറിറ്റി. ഇതിന്റെ പേരെന്തായിരിക്കും? 2,4,6 ട്രൈനൈട്രോഫിനോൾ ഓർ പിക്രിക് ആസിഡ്. കോമൺ നെയിം കേട്ടോ, പിക്രിക് ആസിഡ്. PICRIC. പിക്രിക് ആസിഡ് കേട്ടോ, എഴുതണം. പിക്രിക് ആസിഡ്. കോമൺ നെയിം പിക്രിക് ആസിഡ് എന്നാണ്. IUPAC നെയിം 2,4,6 ട്രൈനൈട്രോഫിനോൾ. 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 ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരിൻ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയോ? ഇല്ലല്ലോ. കൺവേർഷൻ ചോദിക്കില്ല. ആ ടെക്സ്റ്റ് ബുക്കില് ആ ബാക്കില് ആ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് പ്ലസ് നമ്മുടെ ആ ബുക്കില്ലേ, ആ ബുക്കിൽ ടോപ്പിക് ചെയ്യുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും ആദ്യത്തെ 4 ഇങ്ങനെ വായിച്ചു നോക്കുക. ഗീവ് റീസൺ പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ കേട്ടോ, ഓർത്ത് നോക്കുക. ആ തിയറി എന്ന് പറഞ്ഞ് ഗീവ് റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഗീവ് റീസൺ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും ആ ഗീവ് റീസൺസ് പറയാനായിട്ട്? ആകെ 6 ക്വസ്റ്റ്യൻസ് ഉള്ളൂ മാക്സിമം ചോദിക്കാനായിട്ടല്ല. 4 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. 4 ക്വസ്റ്റ്യൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് കിടക്കും. ഫസ്റ്റ് ചാപ്റ്ററില ഗീവ് റീസൺ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡൈക്ലോറോ പാരാഡൈക്ലോറോ ബെൻസീൻ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റാ. വൈ? ക്രിഗ്നാൽ റിയേജൻ should be prepared in anhydrous condition. Why? ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗീവ് റീസൺ കുറച്ചുള്ളൂ, അതിൽ നിന്ന് എന്തായാലും ചോദിക്കും. NaOH. Why? എന്തായിരുന്നു? നേരത്തെ പറഞ്ഞാണ് അത് ചോദ്യം ചോദിച്ചപ്പോ അല്ലെ? അല്ലെ, OH ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ ബെൻസീൻ റിംഗ് പാർഷ്യൽ ഡബിൾ ബോണ്ട്. ഓർ എന്തായിരുന്നു? sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഈ ക്ലോറോ ബെൻസീനെ കണ്ടിട്ട് ഏത് ഗീവ് റീസണും ബെൻസീൻ ആണെങ്കിൽ 1 പോയിന്റ് 100%, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം കുറച്ച് ചെയ്യും. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഈ 6 ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസിന് നമ്മൾ അത് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യും.
ഗീവ് റീസൺ എന്ന് പറഞ്ഞാൽ 4 ചാപ്റ്ററിൽ എല്ലാ ഗീവ് റീസണും ഇന്നേ വരെ വന്നേക്കുന്നത് ബോർഡ് എക്സാമിന്റെ മുഴുവൻ ക്വസ്റ്റൻസ് ഇൻഡിവിജ്വലി ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കത്തിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇയാൾ വേറെ ബുക്ക് വായിച്ചു അതൊക്കെ ഇങ്ങനെ ആഡപ്പ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഡിറൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആൾ ചോദിച്ച ക്വസ്റ്റൻ ഇല്ലേ അത് 5 ക്വസ്റ്റൻ ആക്കാം. ആ ചോദ്യം ഒന്നും കൂടി പറ. ആ ചോദ്യം ഒന്നും കൂടി പറ. ക്ലോറോ ബെൻസിൻ പറ. cannot react with aqueous NaOH. അക്വസ് NaOH കേട്ട് ക്ലോറോ ബെൻസിൻ റിയാക്ട് ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് അറിയോ? ക്ലോറിൻ ബെൻസീനിലാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത് അല്ലെ. അതേ ക്വസ്റ്റ്യൻ തന്നെ അനലിൻ. ബെൻസീന്റെ മുകളിൽ NH2 അല്ലേ, അനലിൻ ലോ റിയാക്റ്റീവ്. വൈ എന്തായിരിക്കും ഇത്? ഈ പോയിന്റ് തന്നെ പറഞ്ഞു മനസ്സിലായി. NH2 അറ്റാച്ച് ടു എ sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി പോകാൻ പറ്റില്ല. നമ്മൾ നോക്കേണ്ടത് പോയിന്റ് ആണ് ആക്ച്വലി. ആ ഒരു പോയിന്റ് ഇത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഓർഗാനിക് കെമിസ്ട്രി ഈസി വേയിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെ, നിങ്ങൾ കുറെ ദൂരം വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാതെ വെച്ചിട്ട് എനിക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും? എവിടെയൊക്കെ ബെൻസീൻ കിടപ്പുണ്ട്? അനിസോൾ ബെൻസീൻ OCH3 ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അനിസോൾ ആൻഡ് റിയാക്ടിവിറ്റി ഓഫ് അനിസോൾ ആൻഡ് ഡൈഇഥൈൽ ഈഥർ വിച്ച് ഈസ് ഹയർ ആൻഡ് വൈ? ആ ക്വസ്റ്റ്യൻ അതിങ്ങനെ മാറ്റിക്കൊണ്ടാവാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ത്രെഡ് പഠിക്കാന്നാണ്. ഗീവ് റീസൺ ഒക്കെ അങ്ങനെ ത്രെഡ് പഠിക്കും. പിന്നെ ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് എന്താ? റിയാക്ഷൻസ് ആണ് അല്ലെ. ഓർത്ത് നോക്കുക. ഈ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ എല്ലാ റിയാക്ഷൻസും ഒറ്റ പേജിലൊക്കെ അങ്ങ് എഴുതും കേട്ടോ. ഓർത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അത് ചെയ്യാൻ തുടങ്ങും പതുക്കനെ കേട്ടോ. ഓക്കെ, അത് പേടിക്കണ്ട. അപ്പോൾ ആദ്യം ഒന്ന് മൂവ് ചെയ്ത് പോട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെന്താ? ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ. അപ്പൊ ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഓർത്തോയും പാരയും നമുക്കൊരു ബീക്കറിലാണ് കിട്ടുന്നത്. അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടെ പറയുന്നത് ഓർത്തോ നൈട്രോഫിനോൾ എന്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്? നമ്മള് 11th ഇൻട്രയാണ് ഇന്ററാണോ? ഇൻട്രാ INTRA ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. പാരാ നൈട്രോഫിനോൾ എന്തായിരിക്കും? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അങ്ങ് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓർത്തോക്കെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേക്കാം. ഈ ടോപ്പിക്കിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ആണ്. 7.8 ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചേ. 7.8 ക്വസ്റ്റ്യൻ നമ്പർ 7.8. ആ ക്വസ്റ്റ്യൻ ഒരാളൊന്ന് ഓർക്കനെ വായിച്ചേ. സെബിൻ വായിച്ചു കിട്ടിയല്ലോ. എക്സസൈസ് ബാക്ക് കേട്ടോ. എക്സസൈസ് ബാക്ക് 7.8. Separating a mixture of ortho and para-nitrophenols by steam distillation. Name the isomer which will be steam volatile കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഓർത്തു വെക്കുക. 7.8 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസ് ആണ്. റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ ഞാൻ കേട്ടോ. ഓർത്തു വെക്കുക. അത് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം എന്റെ ആൻസർ എഴുതാൻ. While separating a mixture of ortho and para-nitrophenol by steam distillation, name the isomer which will be steam volatile. Give reason. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കാം? സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റീം ഡിസ്റ്റിലേഷന്റെ പരിപാടി എന്താ? ഇപ്പൊ ഒരു ആൽക്കഹോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് എന്ത് ചെയ്യും? ഒന്ന് പതുക്കനെ ചൂടായ ആൽക്കഹോൾ ആദ്യം എന്താവും? വേപ്പറായി പോകും അല്ലെ. അതിനൊരു ട്യൂബിൽ കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽക്കഹോൾ മാറിക്കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ശരിക്കും ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് പല ആൾക്കാർ ആലോചിച്ചു കൊള്ളാല ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പരിപാടി പറഞ്ഞത്. അതല്ല, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ആൽക്കഹോൾ നമ്മൾ എന്താണ് വൈനൊക്കെ കെട്ടി വെക്കുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും അല്ലെ. അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു വെച്ചോ. എന്നിട്ട് എന്ത് ഉപയോഗിക്കും? നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലാതെ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഓർത്ത് നോക്കാം. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പരിപാടി ആൽക്കഹോൾ അല്ലെ. അപ്പൊ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ സ്റ്റീം ഡിസ്റ്റിലേഷനിൽ പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അത് പെട്ടെന്ന് വോളറ്റൈൽ ആകും, പെട്ടെന്ന് മുകളിലേക്ക് വേപ്പറായി പോകും. ഇതെന്താവും? അങ്ങനെ വോളറ്റൈൽ ആവില്ല, അവിടെ നിൽക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അതാണ് ആൻസർ ആയിട്ട് എഴുതാൻ പോകുന്നത്. അന്ന് ആൻസർ എഴുതി വെച്ചു കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിട്ടേക്കാം. ആൻസർ ആയിട്ട് എഴുതി വെക്കാം. The ortho and para isomer, ആൻസർ എഴുതുക കേട്ടോ. The ortho and para isomers can be separated by the ortho and para isomers can be separated by steam distillation. Full stop. Orthonitrophenol is steam volatile. Orthonitrophenol is steam volatile due to intramolecular hydrogen bonding. Due to
Intra, INTRA, intramolecular hydrogen bonding. Intramolecular hydrogen bonding. While WHILE, while paranitrophenol is less volatile. Paranitrophenol is less volatile due to intermolecular hydrogen bonding. Intermolecular hydrogen bonding. Intermolecular hydrogen bonding. രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്യുക, ഇൻട്രായും ഇന്റർ. ഇൻട്രാ ആൻഡ് ഇന്റർ. എന്നിട്ട് ഓരോന്നും നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് വെക്കണം. ഇത് ബെൻസീൻ റിംഗ്, ഇതിൽ ഓക്സിജൻ OH ഇതാണ്. ദെൻ NO2 എന്ന് പറയുന്ന സമയത്ത് ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഓർത്ത് നോക്കാം, ആ NO2 എന്ന് പറയും. ദെൻ ഇതില് ഈ ഓക്സിജനും ഈ ഹൈഡ്രജനും തമ്മിൽ ഈ ഡോട്ട് ഇടുന്നത്, ബ്ലാക്ക് കളറിൽ ഈ ഡോട്ട് ഇടുന്നതാണ് എന്ത് വരുന്നത്, INTRA, ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ, വേഗം വരച്ചു നോക്കാം. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. കാണാൻ പറ്റുന്നില്ലേ? Intramolecular hydrogen bond. ഇത് 2 മോളിക്യൂൾസ് ആണെന്ന് കരുതാം. ഇതിലെ ഓയും ഈ എച്ചും തമ്മിൽ ഇന്റർ, ഇതാണ് INTER, ഇന്റർ മോളിക്യുലർ. ഇത് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇത് വോളറ്റൈൽ ആകില്ല, പെട്ടെന്ന് വേപ്പർ ആകില്ല. ഇത് പെട്ടെന്ന് വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഇന്റർ മോളിക്യുലർ. ഇത് രണ്ടും വരച്ചു നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. 2 മോളിക്യൂൾസുകൾ തമ്മിൽ അല്ലെ വരാം. അത് കഴിഞ്ഞ വർഷം നമ്മളൊരു ട്രിക്ക് ഒക്കെ ഓർത്ത് വെക്കാൻ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇൻട്രയാണോ ഇന്റർ ആണോ സ്ട്രോങ്? ഇൻട്രയാണോ ഇന്റർ ആണോ സ്ട്രോങ്? ഇന്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആൻഡ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ഏതായിരിക്കും സ്ട്രോങ്? ഞാൻ ഇയാളും കൂടി കളിക്കുന്ന കളി കാണാനാണോ, നിങ്ങൾ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള കളി കാണാനാണോ കൂടുതൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏറ്റവും ഇത് വരുന്നത് അല്ലെ എന്തായിരിക്കും അല്ലെ? ഇൻട്രാ അല്ലെ, ഇൻട്രാ നാഷണൽ എന്ന് പറയുന്നത് എന്താ, വിത്തിൻ ദ നേഷൻ. ഇന്റർ എന്ന് പറയുമ്പോൾ എന്താ, നേഷൻ ടു അല്ലെ, ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നേഷൻ ടു നേഷൻ. അപ്പോ ഇന്റർ മോളിക്യുലർ, മോളിക്യൂൾ ടു മോളിക്യൂൾ, അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ സ്ട്രോങ് വന്നാൽ ലെസ് വോളറ്റൈൽ കണ്ടോ, ഓർത്ത് വെക്കാം. ഇതെന്തായിരിക്കും, ഈസിലി വോളറ്റൈൽ കണ്ടോ, മറക്കരുത്, ഓർത്ത് വെക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു, ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. അതിന്റെ അണ്ടറിൽ ഫസ്റ്റ് ഹെഡിങ് നൈട്രേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ഹെഡിങ് ഹാലജനേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഹാലജനേഷൻ. ഇത് വരച്ചു കഴിഞ്ഞ ആൾക്കാർ ഹാലജനേഷൻ എന്നൊക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഹാലജനേഷൻ, നൈട്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് സബ് ഹെഡിങ് കേട്ടോ, ഹാലജനേഷൻ. ഹാലജനേഷൻ അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും?
ഹാലജനേഷനിൽ ഫിനോൾ, നേരത്തെ പോലെ തന്നെ രണ്ട് സിറ്റുവേഷൻ ആണ്. Br2 ഇവിടെയും Br2. ഈ Brൽ നിന്ന് Br+ ഉണ്ടാകണം. അതിനെയാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കുന്നത്. അതിനൊരു ലൂയിസ് ആസിഡ് ആഡ് ചെയ്യും. ലൂയിസ് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. FeCl3, FeBr3, അൺഹൈഡ്രസ് AlCl3 അല്ലെ, ഓർത്ത് നോക്കാം. അങ്ങനെയുള്ള റിയേജന്റുകൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ മൈൽഡ് ആയിട്ടുള്ള CS2 ആണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. CS2 കാർബൺ സൾഫൈഡ് എന്ന് പറയുന്ന CS2. ഇവിടെയാണെങ്കിൽ ഒരു ബ്രോമിൻ വാട്ടർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, CS2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓർത്തോയിലും വരും പാരയിലും വരും. അപ്പൊ ബ്രോമിൻ ഓർത്തോയിലേക്ക് പോകും പ്ലസ് പാര. എപ്പോഴും പാരയാണ് മേജർ പ്രോഡക്റ്റ് കേട്ടോ, ആ ഡൗട്ട് ഉണ്ടാവരുത്. പാര മേജർ പ്രോഡക്റ്റ് ആയിരിക്കും. OH Br. ഇലക്ട്രോൺ റിച്ച് എവിടെയായിരിക്കും കൂടുതൽ എപ്പോഴും നിൽക്കുന്നത്? കറങ്ങി വരുമ്പോ അവിടെ ആയിരിക്കും. ഉണ്ടോ, ഓർത്ത് നോക്കാം. മറ്റേത് ഈ പൊസിഷനിൽ കണ്ട് രണ്ടെണ്ണമായിട്ട് പോകും. ഇങ്ങനെ കറങ്ങൂലേ, ക്ലോക്ക് വൈസ് കിടക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏറ്റവും കൂടുതൽ എവിടെ തന്നെ വരും? പാരയിൽ വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ Br2 ആൻഡ് വാട്ടർ H2 അല്ലെങ്കിൽ അവർ അക്വസ് എന്നൊക്കെ ആയിരിക്കും തരുന്നത്. ബ്രോമിൻ വാട്ടർ എന്നൊക്കെ ആയിരിക്കും കേട്ടോ. ബ്രോമിൻ വാട്ടർ അല്ലെങ്കിൽ Br2 ആൻഡ് H2 അങ്ങനെ വന്നാൽ ഇത് ഒരുമിച്ച് വരും. ഓർത്തോയിലും പാരയിലും ഒരുമിച്ച് ഈ ബ്രോമിൻ വരും. ആദ്യത്തെ പേരെന്തായിരിക്കും, നെയിം എന്തായിരിക്കും പറഞ്ഞു? ഓർത്തോബ്രോമോ ഫിനോൾ ആൻഡ് പാരാബ്രോമോ ഫിനോൾ അല്ലെ. ഇതെന്തായിരിക്കും IUPAC നെയിം? 2-ബ്രോമോ ഫിനോൾ. മറ്റേതെന്തായിരിക്കും? 4-ബ്രോമോ ഫിനോൾ. ഇതെന്തായിരിക്കും പേര്? 2,4,6 ട്രൈബ്രോമോ ഫിനോൾ കേട്ടോ. വേഗം എടുത്തേ. ഏതാ? ഇല്ല, മണ്ണിമില്ല കേട്ടോ. ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ, പുറത്തു നോക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് നൈട്രേഷൻ, സെക്കൻഡ് എന്തായിരുന്നു? ബ്രോമിനേഷൻ. ഇനി നെക്സ്റ്റ് രണ്ട് നെയിമിംഗ് റിയാക്ഷൻ ആണ്. കോൾബ്സ് റിയാക്ഷൻ ആണ് അടുത്ത ഹെഡിങ് ആയിട്ട് വരുന്നത് കേട്ടോ. KOLBS കോൾബ്സ് റിയാക്ഷൻ. കോൾബ്സ് റിയാക്ഷൻ KOLBS കോൾബ്സ് റിയാക്ഷൻ. കേട്ടോ, കോൾബ്സ് കേട്ടോ. ചോദിച്ചു. കാർബൺ സൾഫൈഡ് കേട്ടോ. CS2 കാർബൺ സൾഫൈഡ്. കാർബൺ സൾഫൈഡ് അതൊരു ലൂയിസ് ആസിഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓർത്തോ, ശരിക്കും അൺഹൈഡ്രസ് AlCl3 ഒക്കെ ഉപയോഗിക്കാം, LBr3 ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതുപോലും ആവശ്യമില്ല എന്ന് പറയണേ. ഇത് പെട്ടെന്ന് നടക്കും. FeBr3 യൂസ് ചെയ്യാം കേട്ടോ. ഓർത്തോ, പക്ഷെ അതുപോലും വേണ്ട, പെട്ടെന്ന് നടക്കും എന്നാണ് അവര് പറയുന്നത്. CS2 മതി. മൈൽഡ് ആയിട്ടുള്ള ലൂയിസ് ആസിഡ് ആണത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് കോൾബ്സ്. കോൾബ്സ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആസിഡ്. ഇത് എഴുതിയിട്ട് മതി കേട്ടോ. എഴുതി. അടുത്ത സബ് ഹെഡിങ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യം നൈട്രേഷൻ, പിന്നെന്തായിരുന്നു? ഹാലജനേഷൻ. അടുത്ത ഹെഡിങ് തേർഡ് കോൾബ്സ് റിയാക്ഷൻ. KOLBES കോൾബ്സ് റിയാക്ഷൻ. അവിടെ എഴുതി വെച്ച ഫസ്റ്റ് പോയിന്റ് ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആസിഡ്. പെട്ടെന്ന് ആ ഒരു വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആസിഡ്. ഫിനോൾ എന്ന് പറയുന്ന ബെൻസീൻ റിങ്ങിന്റെ ടോപ്പില് OH ഫിനോൾ. ഇതിലേക്ക് NaOH ആണ് ഫസ്റ്റ് ഇടുന്നത്. ഫിനോളിലേക്ക് NaOH ഇടും. NaOH ഇടുമ്പോൾ ഇത് സോഡിയം ഫിനോക്സൈഡ് ആയിട്ട് മാറും. ഫസ്റ്റ് ഈ കോമ്പൗണ്ട് സോഡിയം ഫിനോക്സൈഡ് ONA. സോഡിയം ഫിനോക്സൈഡ്. ഈ സോഡിയം ഫിനോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആൻഡ് H+ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ OH COOH. ഇവിടെ വരുന്നത് നോക്കുക. ഈ
ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു ഫിനോള് എന്തായിട്ട് നിൽക്കും, ഫിനോക്സൈഡ് മൈനസ് അല്ലെ, ആ മൈനസിലേക്ക് ആര് വരും, എൻ എ വരും ഉണ്ടോ, എൻ എ വരും. അതാണ് ഇവിടെ ഒ എൻ എ. ബാക്കി എന്തുണ്ടോ, OH എച്ചും കൂടി ചേർന്നാൽ H2O അങ്ങനെ വരും. ഈ ഒ എൻ എ സോഡിയം ഫിനോക്സൈഡ് ആയി കഴിയും. ഇതിലേക്ക് CO2 കാർബൺ ഡയോക്സൈഡിന്റെ ബോണ്ട് എങ്ങനെയായിരിക്കും, C ഡബിൾ ബോണ്ടോ അല്ലെ, ഓർത്ത് നോക്കാം. അതിലൊരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് കണ്ടോ, ഓർത്ത് നോക്കാം. അതാണ് C എത്ര ഉണ്ട്, 2H, COOH കുറെ ഉണ്ട് അല്ലെ, എക്സസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ എൻ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും OH വരും, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ പേരൊക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ വേഗം. ഇത് ഫിനോൾ, ഇത് സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഫിനോക്സൈഡ്. ഇതിന്റെ പേര് സാലിസിലിക് ആസിഡ്, SALICYLIC, SALICYLIC, സാലിസിലിക് ആസിഡ്. IUPAC നെയിം എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ, IUPAC നെയിം. ഇതിലെ പ്രയോറിറ്റി ആർക്കാണ്, COH നാണോ OH നാണോ, COH കണ്ടോ, നേരത്തെ കണ്ടപ്പോ പോലെ OH സീലും വന്നപ്പോ അല്ലെ, അങ്ങനെ വരുമ്പോ അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ടിക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞതിൽ നമ്മളൊരു റിയാക്ടിവിറ്റി ഓർഡർ എന്നാണ് ഏറ്റവും ഹയസ്റ്റ് COH കേട്ടോ, വലിയ രാജാവാണ് COH, അങ്ങനെ ഓർത്ത് വെക്കാം. COHന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട്, എസ്റ്റർ, അൺഹൈഡ്രേറ്റ്, സൈനൈഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഓർത്ത് നോക്കണ്ട, നമുക്ക് കോമൺ മിക്സിംഗ് വരുന്ന ഓർഡർ ഓർത്ത് നോക്കുക. ഏറ്റവും ഹയസ്റ്റ് COH, പിന്നെ മിക്കപ്പോഴും ആൽഡിഹൈഡ് ഉണ്ടാവും, അതുകൊണ്ട് ആൽഡിഹൈഡ്, അത് കഴിഞ്ഞ് കീറ്റോൺ, ആൽക്കഹോൾ, ഇത് കഴിഞ്ഞിട്ടാണ് ഹാലജൻസ്. അങ്ങനെ എത്തുള്ളൂ കേട്ടോ. ഈ ഓർഡർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഓർഡർ മുഴുവൻ കാണാതെ പഠിക്കേണ്ടി വരും. അല്ല ഇപ്പൊ 5 എണ്ണമൊക്കെ ഓർത്തിരിക്കാൻ ഈസി അല്ലേ. അതിന് പകരം ഞാൻ അൺഹൈഡ്രേറ്റ്, ദെൻ എസ്റ്റർ, SO3H വല്ലതും വരാറുണ്ട് അതിനകത്ത്. അതും ഇതൊക്കെ കോമ്പിനേഷൻ വളരെ കുറവാണ് വരാം, നിങ്ങൾക്ക് ബുക്കുകൾ മറച്ചു നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓർഡർ പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാവരും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം ചെയ്യാൻ പറ്റും. എൻട്രൻസിന് കുറച്ചും കൂടി ലെവൽ കയറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് നോക്കാം. അപ്പൊ ഇതിന് പ്രയോറിറ്റി ആണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ വരും, നമ്പർ കൊടുക്കുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3 അല്ലെ, 4, 5, 6. അപ്പൊ 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് കേട്ടോ, എഴുതി നോക്കാം. IUPAC നെയിം എഴുതണം കേട്ടോ. 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, 2 ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അപ്പൊ ഏത് ഇതാ, സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഫിനോക്സൈഡ്. നെക്സ്റ്റ് ഇതുപോലെ പേരുള്ള അടുത്തൊരു റിയാക്ഷനും കൂടി വരികയാണ്, റയമർ ടൈമൻ റിയാക്ഷൻ. REIMER, റയമർ ടൈമൻ, TIEMANN, റയമർ അല്ലെങ്കിൽ റീമർ ടൈമൻ റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഇതേ സ്റ്റൈൽ എഴുതി വെക്കുക. ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആൽഡിഹൈഡ്, ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആൽഡിഹൈഡ്. നേരത്തെ സാലിസിലിക് ആസിഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, CHO, ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഫിനോൾ ആണ്. ഇതിൽ ഒരു സ്റ്റെപ്പ് ഒക്കെ കൂടുതലുണ്ടെന്ന് മാത്രം, ഫിനോൾ. ഇതിലേക്ക് നേരത്തെ ആഡ് ചെയ്ത അതേ കോമ്പൗണ്ട് തന്നെയാണ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതുപോലെ തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ക്ലോറോഫോം ഇടും. ക്ലോറോഫോം എന്തായിരുന്നു ഫോർമുല, CHCl3. അപ്പൊ ബ്രോമോഫോം എന്തായിരിക്കും, CHBr3. കഴിഞ്ഞതിൽ പഠിപ്പിച്ചതാണ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ക്ലോറോഫോം ഇടും, CHCl3. നമുക്ക് ഓർത്ത് നോക്കാം, ക്ലോറോഫോം ഇടുന്ന 2 ഇക്വേഷനെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. ഒന്ന് ഇത്, ഈ റിയാക്ഷന്റെ പേരെന്താ, റൈമർ ടൈമൻ. അതുപോലെ തന്നെ അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അമീൻ, അതിൽ കാർബൈൽ അമീൻ റിയാക്ഷൻ, അതിൽ രണ്ടിലും ഇത് തന്നെ NaOH and CO. അപ്പൊ ഇത് A ഇടും ഒരു A. ഈ റിയാക്ഷൻ അതുകൊണ്ട് ബോർഡിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. A പ്ലസ് ദിസ് തരും. അപ്പൊ ചില കുട്ടികൾ ഇത് പഠിച്ചിട്ടുണ്ടാവും, മറ്റേ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും, 50-50 ചാൻസ് പോവും. മനസ്സിലായി, 2 സ്ഥലത്ത് ഒരേ റീജന്റ് വരുന്ന റിയാക്ഷൻ ഉണ്ട്. ഒന്ന് ഈ ചാപ്റ്ററിലാണ്. ഇത് ഏത് ചാപ്റ്ററാ, ആൽക്കഹോൾ, ഫിനോൾ. ഇനി അടുത്തത് ഏതാ വരാന്നേ, അമീൻ. അമീനില്
കാർബൈലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് അമീൻ റിയാക്ട് വിത്ത് NaOH ആൻഡ് ക്ലോറോഫോം ടു ഫോം ഐസോസൈനേറ്റ്. ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ക്ലോറോഫോം കണ്ടു കഴിഞ്ഞാൽ 2 സ്ഥലം ഉണ്ടെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞാ കേട്ടോ. അപ്പൊ ഇതിനുള്ള വ്യത്യാസം കണ്ടോ, ഇതിൽ ക്ലോറോഫോം ഇടും. എങ്ങനെ ക്ലോറോഫോം ഇടുന്ന സമയത്ത് ഇവിടുത്തെ OH മാറി ONA ആവും. എന്തുകൊണ്ടാ ONA ആയി? നേരത്തെ പറഞ്ഞല്ലേ, NaOH ഒക്കെ വരുമ്പോൾ അല്ലെ ഈ Hനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ Na വന്നു, അതുപോലെ. ഇനി ഈ പൊസിഷനിൽ CHCl2 വരും. CHCl2 എന്തുകൊണ്ടായിരിക്കും? CHCl2 വന്നു, എന്തുകൊണ്ടായിരിക്കും നോക്കിയേ. ഇവിടെ CHCl3 ഉണ്ട് അല്ലെ, ഇവിടുന്ന് 1 ക്ലോറിൻ. ഈ ഓരോ ബെൻസീന്റെ ഓരോ ജംഗ്ഷനിലും എന്തുണ്ട്? H ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് ഒരു Cl, HCl അതങ്ങ് പോകും, ബൈ പ്രോഡക്റ്റ് എഴുതണ്ട. ബാക്കി എന്തുണ്ട്? CHCl2. ഇതൊരു അഡക്റ്റ് ആണ്. അഡക്റ്റ് എന്ന് മീൻസ് ഹൈലി ഇന്റർമീഡിയറ്റ് ആണ്, ഹൈലി ഇന്റർമീഡിയറ്റ്. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ ഇട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ഇട്ട് ഇന്റർമീഡിയറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് എക്സാമിന് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ കേട്ടോ, സ്കൂളിൽ ഇപ്പൊ സമ്മതിക്കൂല, കാരണം മുഴുവൻ എഴുതണം, നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇൻ കേസ് അത് കിട്ടിയില്ല, ഇവിടെ CHCl2 വരെ CHCl3 എഴുതി കഴിഞ്ഞാൽ അങ്ങ് വെട്ടിക്കളയും, കഷ്ടപ്പെട്ട് ബാക്കിയൊക്കെ റൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇൻ കേസ് വന്നാൽ അങ്ങനെയുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്റർമീഡിയറ്റ് ആണ്, ഹൈലി ഇന്റർമീഡിയറ്റ് ആയതുകൊണ്ടാണ് ഈ ബോക്സ് വെക്കുന്ന അഡക്റ്റ് ഓർ ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓർത്തോക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്റർമീഡിയറ്റ് എന്ന് എഴുതി വെച്ചേക്കാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് പറ്റാന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും ഈ NaOH ആഡ് ചെയ്യുന്നത്. NaOH എക്സസ് ആയിട്ട് ആഡ് ചെയ്യാണ്. NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കോമ്പൗണ്ടില് ONA അതുപോലെ നിൽക്കും. ഇവിടെ CHO ആവും. CHO എന്ന് പറഞ്ഞാൽ എന്താ? ആൽഡിഹൈഡ്. CHO ആൽഡിഹൈഡ്. നെക്സ്റ്റ് H+ ആഡ് ചെയ്യും. H+ എന്തിനായിരിക്കും ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. നേരത്തെയും H+ ആഡ് ചെയ്ത് എന്തായിരുന്നു മെയിൻ ആയിട്ട്? ഇതുകൊണ്ട് ഇവിടെ H+ ആഡ് ചെയ്തപ്പോ എന്ത് പറ്റി? ഉണ്ടോ, പുറത്തു നോക്കുക, Hനെ റീപ്ലേസ് ചെയ്യും. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് OH ടോപ്പിൽ വരും, ഇവിടെ CH, OH ടോപ്പിൽ വരും, CHO വരും കേട്ടോ. ഓർത്ത് നോക്കുക, ഒരു മിനിറ്റ് കേട്ടോ. എഴുതി വെക്കും കേട്ടോ. ഇതിന്റെ ഐപാക് നെയിം എഴുതി വെക്കണം കേട്ടോ. ഇത് 2 ഇന്റർമീഡിയറ്റ് ആണ്, ഇത് വേണ്ട. ഇതിന്റെ പേര് എഴുതണം. ഇതിന്റെ പേര് എന്തായിരിക്കും? സാലിസിലിക് ആൽഡിഹൈഡ് കേട്ടോ. ഓർത്തോക്കെ, സാലിസിലിക് ആൽഡിഹൈഡ്. ഐപാക് നെയിം എന്തായിരിക്കും? 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് കേട്ടോ. ഇത് 1 അല്ലേ, ഇത് 2. അപ്പൊ എന്ത് വരും? 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഇതിന്റെ പേര് 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ബെൻസീനും ആൽഡിഹൈഡ് കേട്ടോ. 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. നെക്സ്റ്റ് റീഡിംഗ് എഴുതി വെക്കാം. റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്.
റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. സിങ്ക് ഡസ്റ്റ് ഓർമ്മയുണ്ടോ? ഫിനോളും സിങ്ക് ഡസ്റ്റും കൂടി ചെയ്താൽ എന്ത് പറ്റും? എന്ത് പറ്റും? ബെൻസീൻ. റൈറ്റ് ആണ് കേട്ടോ. ഗുഡ്. എവിടെ പഠിച്ച? 11th ഉണ്ടായി അല്ലേ? 11th ഫിനോളിലേക്ക് നമ്മൾ സിങ്ക് ഡസ്റ്റ് ഇട്ടിട്ട് ഹീറ്റ് ചെയ്ത ബെൻസീൻ റിംഗ് കിട്ടും. അപ്പൊ അത് ഇവിടെയും വീണ്ടും വരികയാണ്. ഫിനോൾ അതിൽ സിങ്ക് ഡസ്റ്റ് ഇടാം, ഹീറ്റ് കൊടുക്കുക കേട്ടോ. ട്രയാങ്കിൾ അല്ലെങ്കിൽ ഹീറ്റ് എന്ന് എഴുതാം. ഇത് ബെൻസീൻ. എടുത്ത് എഴുതുക കേട്ടോ. എഴുതിയോ? നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ. ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ. ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു കേട്ടോ. ഒരു ക്രോമിക് ആസിഡ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൊരു വേർഡാണ്. ഹെഡിങ് എഴുതി വെക്കണം. പോയിന്റ് ആയിട്ട് ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്രോമിക് ആസിഡ്. ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്രോമിക് ആസിഡ്. ഓക്സിഡേഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്രോമിക് ആസിഡ്. CHROMIC. Chromic acid produces benzoquinone. Produces benzoquinone. BENZOQUINONE. QUINONE ഒരു കോമൺ നെയിം ആണ് കേട്ടോ. പുറത്തു നോക്കുക. ബെൻസോക്വിനോൺ ഏതാ? ഇല്ല, അതൊരു എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടോ, അതിന്റെ പേരത്. അപ്പൊ ബെൻസീൻ അതിന്റെ ശരിക്കും പേരെന്താ അല്ലെ? ഓർത്ത് വെക്കുക. അപ്പൊ അതുപോലെ അതിനെ നമ്മൾ ഇത് ചെയ്യാണ്. ടൊളുവിൻ നമുക്കറിയാം അല്ലെ? അത് നമ്മൾ അപ്രൂവലായി. എന്താണ് അത്? ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ഐയുപാക് നെയിമുമായി കോമൺ നെയിമും ഒരേപോലെ ആയി. നമ്മൾ അങ്ങനെ വരുന്നൊരു പേരാണ് കേട്ടോ, ബെൻസോക്വിനോൺ. അപ്പോൾ ഈ ബെൻസോക്വിനോൺ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആള് തന്നെയാണ്. അത് വരക്കുമ്പോഴും ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. ഫിനോളാണ്. ഫിനോളിൽ അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ ആണ് ഇടുന്നത്. Na2Cr2O7 ആണ്. ഇത് ബെൻസീൻ റിംഗ് ആണ് ഫിനോൾ. അതിലേക്ക് Na2Cr2O7 ആൻഡ് H2SO4. നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു കോമ്പൗണ്ട് ആണ് അത്. കണ്ടോ, കാണുമ്പോൾ ഒരു ബെൻസീൻ പോലെയാണ് തോന്നുന്നത്. ബെൻസീൻ അല്ലല്ലോ അത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെ എഴുതി വെച്ചു. അരോമാറ്റിക് ആണെങ്കിൽ എന്ത് റൂൾ ഫോളോ ചെയ്യണം? ഹക്കൽ റൂൾ അല്ലെ? ഓർത്ത് നോക്കാം. എഴുതി വെച്ചു. Na2Cr2O7 H2SO4. ഇയാളുടെ പേരാണ് ബെൻസോക്വിനോൺ. ONE ആണ് കേട്ടോ. ക്വിനോൾ വേറെ ഉണ്ട്. ക്വിനോൾ എന്ന് പറഞ്ഞാൽ OH വരുന്നതാണ്. ഇത് ക്വിനോൺ കേട്ടോ. ഓർത്ത് വെക്കാം. ബെൻസോക്വിനോൺ ONE ആണ്. മാത്രം ശ്രദ്ധിക്കുക. അല്ല അല്ല കേട്ടോ. ഓർത്ത് വെക്കാം. ഇത്ര എത്തുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനോളും കഴിയാണ്. ഇനി നമുക്കറിയാം ഇതില് ഈ ചാപ്റ്ററിന്റെ പേരെന്താ? ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. ഈതർ എന്ന് പറയുന്ന ആളുടെ പ്രിപ്പറേഷൻ ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. കുറച്ചുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതിന് തന്നെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽക്കഹോൾ ഉണ്ട്. അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ കേട്ടോ. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആൽക്കഹോൾ. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആൽക്കഹോൾ. കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആൽക്കഹോൾ. ഫസ്റ്റ് ഹെഡിങ് മെത്തനോൾ കേട്ടോ. മെത്തനോൾ ആണ് ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് വരുന്നത്. മെത്തനോൾ. മെത്തനോൾ
അണ്ടർലൈൻ ചെയ്യാം. മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ് അല്ലെ. അതിനാ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് വുഡ് സ്പിരിറ്റ് എന്നാണ് കേട്ടോ. വുഡ് സ്പിരിറ്റ് എന്നാണ്. ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചേക്കുക, വുഡ് സ്പിരിറ്റ്. മെത്തനോൾ ബ്രാക്കറ്റില് വുഡ് സ്പിരിറ്റ്, WOOD കേട്ടോ, വുഡ് സ്പിരിറ്റ്. എന്തുകൊണ്ടാണ് അത് വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? വുഡ് ഇല്ലേ, നമുക്കറിയാലോ, മരം കത്തിച്ച് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരിക അല്ലെ. അതിന് ഇൻകംപ്ലീറ്റ് കമ്പഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് പുകയൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് വരും. കാർബൺ മോണോക്സൈഡ് ബ്രീത്ത് ചെയ്താൽ പറ്റും അല്ലേ, മരിക്കാനായിട്ടുള്ള അത്രയും ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ആളാണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഈ കാർബൺ മോണോക്സൈഡിന് ഹൈഡ്രജൻ ആഡ് ചെയ്യും. ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്താ? റിഡക്ഷൻ. അപ്പൊ കാർബൺ മോണോക്സൈഡും H2 കൂടി കൊടുത്ത് റിഡക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മെത്തനോൾ കിട്ടും. മെത്തനോൾ ഹൈലി പോയിസണാണ്. മെത്തനോൾ ഹൈലി പോയിസൺ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഡിസ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് എന്നാണ് അതിനെ പറയുക. ഡിസ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് എന്നാണ് ഒറ്റ വേർഡിൽ നമ്മളത് പറയാം കേട്ടോ. അടുത്ത ഒരു പോയിന്റ് ആയിട്ടൊന്ന് എഴുതി വെക്കുക. ഡിസ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് ടു ഫോം ഡിസ്ട്രാക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് വുഡ് ടു ഫോം അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് മെത്തനോൾ. Extractive distillation of wood to produce methanol. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കും. CH3OH അല്ലെ. മെത്തനോൾ അല്ലെങ്കിൽ മെത്ത എന്ന് പറയുമ്പോൾ തന്നെ 1 കാർബൺ, അതിൽ മിക്കതും പോയിസൺ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഹൈലി പോയിസൺ ആവുന്ന അതിന്റെ ചെറിയൊരു വേരിയേഷൻ മതി, എന്തും അത് പോയിസൺ ആയിട്ട് വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഈ മെത്തനോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. CO പ്ലസ് H2, CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് H2, CH3OH വരും. അപ്പൊ വെറുതെ ഇങ്ങനെ വരില്ല കാർബൺ മോണോക്സൈഡ് H2. ഇതിന്റെ ഉള്ളിൽ വലിയൊരു കാറ്റലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ZNOCrO3 ആണ് അത് വരുന്നത്. ZNOCrO3 200 to 300 ATM. CH3OH. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ പോയിന്റ്സുകൾ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. ഇതിന്റെ പ്രോപ്പർട്ടി ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ് ഇൻ നേച്ചർ. കേട്ടോ, ഓർത്ത് നോക്കുക. അത് പറയുന്ന പോയിസണസ് പറയുന്നത് കുറച്ചൊക്കെ കൺസ്യൂം ഇത് അറിയാതെ നമ്മൾ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണ് അടിച്ചു പോകും. ആദ്യത്തെ സൈൻ കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയി പോകും. പിന്നെ സെക്കൻഡ് എന്ത് വരും? മരിച്ചു കേട്ടോ, ഓർത്ത് നോക്കാം. എളുപ്പമായി. ദെൻ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്, വാർണിഷസ് എക്സെട്ര. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്. പെയിന്റ് ഇൻഡസ്ട്രിയിലെ പെയിന്റ് എല്ലാ സോൾവെന്റും അല്ല കേട്ടോ, നമ്മൾ വാങ്ങിക്കുന്നതൊന്നും ഇതൊന്നും അല്ല കേട്ടോ, ഓർത്ത് നോക്കാം. ചില പെയിന്റുകൾ അല്ലേ നിങ്ങൾക്ക് അറിയാം, ചില സബ്സ്റ്റൻസിൽ സർഫസിലൊക്കെ അടിക്കുന്ന സമയത്ത് ആ ടൈപ്പ് ഓഫ് കെമിക്കൽ യൂസ് ചെയ്യും. അങ്ങനെയുള്ള കെമിക്കലിൽ ഇത് യൂസ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ഇൻ പെയിന്റ്, വാർണിഷസ്. വാർണിഷ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? മരമൊക്കെ ഇല്ലേ, വുഡ് വാർണിഷ്, അത് കേട്ടോ. VARNISHES, വാർണിഷസ്. സോൾവെന്റ് ഇൻ പെയിന്റ്സ് VARN എഴുതിയോ, ISHES, വാർണിഷസ് എക്സെട്ര. അപ്പോൾ 2 യൂസ് ആയിട്ട് വരുന്നതാണ്. മെയിൻലി പോയിസണസ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എത്തനോൾ. കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽക്കഹോളിൽ സെക്കൻഡ് ഹെഡിങ് എത്തനോൾ. എത്തനോൾ എന്താണ്? ആൽക്കഹോൾ ആണ് ആക്ച്വലി വരുന്നത് അല്ലെ. നമുക്കറിയാം എത്തനോൾ മെയിൻ ആയിട്ട് ടോണിക് അല്ലെ, അതുപോലെ മെഡിസിൻസുകളിലൊക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ
ഡ്രിങ്കിങ് പർപ്പസിന് എത്തനോൾ അല്ലെ ഓർത്ത് വെക്കുക, അത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ലതല്ല അല്ലെ, ഓർത്ത് വെക്കുക, നമുക്ക് അറിയാം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത്. ദെൻ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്റെ പ്രോസസ്സാണ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. എത്തനോൾ ഈസ് ഒബ്റ്റെയിൻ കൊമേഴ്ഷ്യലി ബൈ ethanol is obtained commercially by fermentation. അപ്പോൾ ഫെർമെന്റേഷനിൽ വരുന്ന രണ്ട് പ്രോസസ് ആണ് ആക്ച്വലി നമുക്ക് ആദ്യം വരുന്നത്. 2 ഇക്വേഷൻസ് ഉണ്ട്. C12H22O11 കേട്ടോ, നോക്കാം. ബയോമോളിക്കുലർ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട്. C12H22O11 ഇത് കെയിൻ ഷുഗർ, പഞ്ചസാര എന്നൊക്കെ അറിയാം അല്ലെ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ സൂക്രോസ്, അങ്ങനെ വരുന്ന ഡൈസാക്രൈഡ്സുകൾ എല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരും. ഇതിനാ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യും. അത് എൻസൈമിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഗ്ലൂക്കോസ് C6H12O6 അതാണ് ഗ്ലൂക്കോസ്, പ്ലസ് ഫ്രക്ടോസും അതേ ഫോർമുലയാണ് C6H12O6. അപ്പൊ ഗ്ലൂക്കോസ് പ്ലസ് എന്ത് കിട്ടി? ഫ്രക്ടോസ്. ഇനി ഈ കോമ്പൗണ്ടിൽ തന്നെ വീണ്ടും അടുത്ത ഒരു എൻസൈമും കൂടി വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ C6H12O6 ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്യും വാട്ടറിലേക്ക് വരുന്ന സമയത്ത്. രണ്ടിലും വാട്ടർ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, വാട്ടർ കൊടുത്താൽ മതി. H2. ഇതിൽ ആദ്യത്തേതിൽ വരുന്ന എൻസൈം വരുന്നത് ഇൻവെർട്ടൈസ്, ASC ആണ് ഈ എൻസൈമിന്റെ ഇതിൽ വരിക. അടുത്തതില് സയമേസ്. അപ്പൊ ഇൻവെർട്ടൈസ്, സയമേസ്. ഇവിടെയാണ് നമുക്ക് എത്തനോൾ കിട്ടുന്നത്. C2H5OH അല്ലെങ്കിൽ CH3CH2OH ഓർത്ത് നോക്കാം. പ്ലസ് CO2 കിട്ടും, കാർബൺ ഡയോക്സൈഡ്. ഗ്ലൂക്കോസ് നോർമൽ കേട്ടോ. ഫ്രക്ടോസിനും നടക്കും, ഗ്ലൂക്കോസിനും വരും. കൂടുതൽ ഗ്ലൂക്കോസിനാണ് അതിന്റെ ഇതിൽ വരും കേട്ടോ. ഗ്ലൂക്കോസും ഫ്രക്ടോസും തമ്മിൽ എന്താ വ്യത്യാസം പഠിക്കാനുണ്ട് കേട്ടോ. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ കേട്ടോ ആൽഡിഹൈഡ് ആണ് ഗ്രൂപ്പ് വരിക. ഫ്രക്ടോസ് വരുമ്പോൾ കീറ്റോൺ കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ്? പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് നോൺ ആസ്, അതാണ് എന്താ, കാർബോഹൈഡ്രേറ്റ്. പഠിക്കാനുള്ളതാണ് കേട്ടോ. ബയോമോളിക്കുലർ ഫസ്റ്റ് പോയിന്റ് ആണ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അത് ഇതിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഇത് ഗ്ലൂക്കോസ്. ഇതിലെന്തായിരിക്കും? പോളിഹൈഡ്രോക്സി കീറ്റോൺ, അതെന്താവും? ഫ്രക്ടോസ്. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു കാർബൺ ചെയിനിൽ വരുന്ന ലിങ്ക് ആണ്. കാർബൺ ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. സൈമീസ് നമ്മള് കേരളത്തിൽ നിന്ന് അല്ലെ, നമ്മള് ആഫ്രിക്കൻ പായലൊക്കെ കണ്ടിട്ടില്ലേ? ആ പായലിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് അല്ലെ, ആ ബിസ്ക്കറ്റ് കണ്ടെത്തി അത് വേൾഡിൽ അവർ ഇത് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും തിന്നാൻ തന്നിട്ടില്ല കേട്ടോ. പുറത്തോട്ടാണ് അവർ കയറ്റിയേക്കുന്നത്. പുറത്ത് നോക്കാം. എന്തായിരിക്കും അത് ചെയ്തേ? അതിൽ എന്തായിരിക്കും? ഈ നമ്മൾ കാണുന്ന ലീഫ് അല്ലെങ്കിൽ അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് റോ ആയിട്ട് കഴിച്ചാൽ നമ്മൾ ഡൈജഷൻ വരുമോ? ഇല്ല. ആ സമയത്ത് റുമിനേറ്റിംഗ് ആനിമൽക്ക് ഇന്ന് പറ്റും. എന്തുകൊണ്ട്? അത് രണ്ടിലും സെല്ലുലോസിൽ വരുന്ന ബീറ്റ ലിങ്കാ വരുന്നത്. ഗ്ലൂക്കോസ് തന്നെയാണ് ഉള്ളത്. എല്ലാത്തിലും ഗ്ലൂക്കോസ് അല്ലേ? പേപ്പറില്ലേ ഗ്ലൂക്കോസ് ആണ്, കടിച്ചു തിന്നാം. പക്ഷെ നിങ്ങൾക്ക് പറ്റൂല കേട്ടോ. ഓർത്ത് നോക്കാം. അതിൽ ബീറ്റ ലിങ്ക് അല്ല, നിങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. ആ ബീറ്റ ലിങ്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻസൈം വരുമ്പോൾ എന്ത് പറ്റും? അത് ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്യുന്നത് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പൊ അതിൽ ആ എമൗണ്ട് കുറച്ച് വരുന്ന സമയത്ത്, ബിസ്ക്കറ്റ് കഴിക്കണ സമയത്ത് ഉള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് ഗ്ലൂക്കോസ് മാത്രമേ ബോഡിയിലേക്ക് വരുള്ളൂ. നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു എന്താണ് ഫുഡ് കഴിച്ചൊരു ഫീലിംഗ് വരികയും ചെയ്യും. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പോൾ ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. അതിന്റെ കെമിക്കൽ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച ഗുണമാണെന്ന് ആക്ച്വലി അടുത്ത ലെവലിലേക്കൊക്കെ പോവാം അല്ലേ? നിങ്ങൾ അറിയാം സ്പേസ് എക്സ് അല്ലെ, ആ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ അല്ലെ, നിങ്ങൾ അവിടെ ആണെങ്കിൽ അവിടെ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കും അല്ലെ, ആൽഗയിൽ അത് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നോ? കൺസെപ്റ്റ് കേട്ടിരുന്നോ? അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഗൂഗിളിന്റെ ഇതിൽ. നിങ്ങൾക്ക് സ്കൂളിൽ സയൻസ് CBSE ഇല്ലേ, നിങ്ങളുടെ സ്കൂളിൽ സയൻസ് ഇതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. എല്ലാ വർഷവും നിങ്ങൾ മറ്റേ ഇവിടെ അമേരിക്കയിലെ സ്പേസ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടുള്ള കുറേ സ്കോളർഷിപ്പുകൾ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്കൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ
ഇന്ത്യയിൽ നടക്കുന്ന ഇതിൽ സയൻസ് പ്രൊജക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ 3 പേർക്ക് ഫ്രീ ആയിട്ട് ആ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും അമേരിക്കയിൽ പോയി അവിടുത്തെ ആ സ്പേസിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും കേട്ടോ. എൻ്റെ നാട്ടില് നോർത്ത് പറവൂർ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി, അവർ ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരുന്നത് സീരീസ്. അപ്പൊ അവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ബോർഡ് വയ്ക്കും. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഈ കൊച്ചിന് വലിയ സ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചേക്കണം. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ അവര് അങ്ങനെ എന്താന്ന് എഴുതി വെക്കുന്നില്ല, ഇങ്ങനെ ഇതാണ് നാസയിൽ പോയിട്ട് വന്നേക്കുന്ന ആ കുട്ടിക്ക് സ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയണമല്ലോ, +2 കഴിഞ്ഞൊരു കൊച്ച് 11th കൊടുത്ത പ്രൊജക്റ്റ് ആണ്. അപ്പൊ അവർ ആ പ്രൊജക്റ്റ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കി. അപ്പൊ ഈ കാര്യം ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്, ആൽഗ അങ്ങനെ വെച്ചിട്ട് അവർ വെച്ചേക്കുന്ന കൺസെപ്റ്റ് പ്രൊജക്ട് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എർത്തിൽ ലൈഫ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എർത്തിന്റെ അതേ സിറ്റുവേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഫിസിക്സ് അറിയാലോ അല്ലെ, അതേ ഏത് സ്പേസിൽ ഒക്കെ മൂവ് ചെയ്ത് കഴിയുന്ന ഇതാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം ഉണ്ടാക്കി. പിന്നെ ഇതുപോലെയുള്ള കൺസെപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ സാർമാരുടെ അടുത്ത് ഇനിഷ്യേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് നോക്കുക, ഇഷ്ടംപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ പറയണം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കാം. അതൊക്കെ അല്ലെ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. കാരണം എന്താ അല്ലെ, നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷെ ഒരു ഗൈഡ് ലൈൻസ് വേണം, എന്നാൽ മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ, അപ്പോ ഇത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് എഴുതി വെച്ചോ, ഇത് എഴുതാം കേട്ടോ. ഇതെന്താ എത്തനോൾ. ഇനി ഇതിന്റെ പോയിന്റ്സ് എഴുതി വെക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. എത്തനോൾ ഇസ് എ കളർലെസ് ലിക്വിഡ്. Ethanol is a colorless liquid with boiling point 351 Kelvin. Ethanol is a colorless liquid with boiling point 351 Kelvin. Boiling point 351 Kelvin. Second point എഴുതി വെക്കുക. The commercial alcohol is made unfit. The commercial alcohol is made unfit for drinking. The commercial alcohol is made unfit for drinking by mixing in it. The commercial alcohol is made unfit for drinking by mixing in it some copper sulfate and pyridine. Some copper sulfate and pyridine. മെത്തനോൾ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഇതാണെന്നുള്ളൂ, മെത്തനോളും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കോപ്പർ സൾഫേറ്റ് അതിന്റെ കളർ എന്തായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബ്ലൂ അല്ലെ, ബ്ലൂ കളറൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവും അല്ലെ, അതുകൊണ്ട് കഴിക്കൂലാരും. അപ്പൊ കോപ്പർ സൾഫേറ്റ് ആൻഡ് pyridine. First off, it is known as denaturation of alcohol. It is known as denaturation of alcohol. It is known as denaturation of alcohol. അറിയാം, ഹോസ്പിറ്റലിൽ വരുന്ന സ്പിരിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ, മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. മരിച്ചിട്ടുണ്ടായല്ലേ കോവിഡിന്റെ ടൈമിലൊക്കെ കുറെ ആൾക്കാർ പേപ്പറിലൊക്കെ ന്യൂസ് വരുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിന്റെ കാരണം എന്താ, ഈ പിരിഡിന് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പോയിസൺ ആണ്, നേരെ പ്രശ്നമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മഴയാണ്, പെട്ടെന്ന് വിടാം. പോയിന്റുകൾ പെട്ടെന്നൊന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എക്സാമിന് വേണ്ടി ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഈ ചാപ്റ്റർ തീർത്തു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്കല്ല പോകുന്നത്. ഈ 3 ചാപ്റ്ററും നന്നായിട്ട് ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് പഠിച്ച് തീർപ്പിക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കണം. ആ ഒരു പ്രോസസ്സിലേക്കൊക്കെ വരും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം പഠിക്കുന്നത് വളരെ നല്ല ഓർഡറിൽ അങ്ങ് പോകണം കേട്ടോ. എന്തായിരുന്നു ഫസ്റ്റ് ടോപ്പിക്ക്? ഫസ്റ്റ് ഇന്നെടുത്തത് ഓർമ്മ എനിക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടും. എസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ അടുത്ത ഹെഡിങ് എന്തായിരുന്നു? എന്ന് പറഞ്ഞ എന്താ ആ ഹെഡിങ്? അതല്ല പറഞ്ഞ ആൽക്കഹോൾ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് അല്ലെ, ഓർത്ത് വെക്കാം. ബ്രാക്കിൽ ലൂക്കാസ് സ്റ്റേജിന്റെ എഴുതി, അതിലെ ലൂക്കാസ് ടെസ്റ്റ് അല്ലെ, അങ്ങനെ ഓർത്ത് വെക്കാം. സെക്കൻഡ് എന്തായിരുന്നു? ഡീഹൈഡ്രേഷൻ അല്ലെ. ഡീഹൈഡ്രേഷൻ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 413 Kelvin. കോൺസെൻട്രേറ്റഡ് H2SO4 കേട്ടോ. ഡീഹൈഡ്രേഷൻ ആൽക്കീൻ ആവും. അതിന്റെ ഓർഡർ എന്തായിരുന്നു? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആണോ, ടെർഷറി ആണോ? ഏതാ? ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി കേട്ടോ, ഓർത്ത് വെക്കുക. അതിനെന്താ വിളിക്കണ്ടേ? എലിമിനേഷൻ. ആ വേർഡ് നമ്മൾ എഴുതിയിട്ടില്ല, മനസ്സിൽ ഓർത്ത് വെക്കുക. അത് അല്ലെ ഇതിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞു, എലിമിനേഷൻ, കോമ്പീറ്റ് ഓവർ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഈവീസും ചോദിക്കും. അത് ആ സമയത്ത് നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. നെക്സ്റ്റ് എന്തായിരുന്നു? തേർഡ്, ഓക്സിഡേഷൻ ഓഫ് അല്ലെ ആൽക്കഹോൾ. അതിലെന്തായിരുന്നു? പ്രൈമറി ആൽക്കഹോൾ undergo mild oxidation to form
ആൽഡിഹൈഡ് അല്ലെ? ഓർത്ത് നോക്കുക. ആ റിയേജന്റ് എന്തായിരുന്നു? PCC or CrO3. PCC ഫുൾ ഫോം എന്തായിരുന്നു? പിരിഡിനം ക്ലോറോ ക്രോമേറ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ സ്ട്രോങ് ആണെങ്കിൽ ഏത് റിയേജന്റ് ഉപയോഗിച്ചേ? K2Cr2O7 or KMnO4 അല്ലെ? അത് കഴിഞ്ഞാൽ കീറ്റോൺ ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ. നെക്സ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? secondary അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് nitration. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഹെഡിങ് നൈട്രേഷൻ. നൈട്രേഷനില് കോൺസെൻട്രേറ്റഡ് HNO3 ഫിനോളിലേക്ക് ആഡ് ചെയ്താ എന്ത് വരും? ക്രിസെ ഞാൻ പറഞ്ഞു, പിക്രിക് ആസിഡ് 2,4,6 ട്രൈനൈട്രോ ഫിനോൾ അല്ലെ? അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അല്ലെ ഡൈലൂട്ട് ആണെങ്കിൽ ഓർത്തോ ആൻഡ് പാര. ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ എഴുതി. നെക്സ്റ്റ് നമ്മൾ എഴുതിയത് ഹാലജനേഷൻ അല്ലെ? ബ്രോമിനേഷൻ. ഡൈലൂട്ട് ആണ് അല്ലെങ്കിൽ Br2 ആൻഡ് CS2 കൊടുത്താൽ ഓർത്തോ ആൻഡ് പാര. ബ്രോമിൻ വാട്ടർ ഇട്ടാൽ എന്ത് വരും? ഒരുമിച്ച് 3 എണ്ണം കൂടി അവിടെ വരും അല്ലെ? പുറത്ത് വെക്കാം. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഹെഡിങ് കോൾപ്സ്. അത് കഴിഞ്ഞാൽ റൈമർ ടൈമൻ. അത് കഴിഞ്ഞാൽ സിംഗഡസ്റ്റ് ഇട്ട് ഹീറ്റ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് കിട്ടും? ബെൻസീൻ. പിന്നെ എന്തായിരുന്നു? സ്ട്രോങ് ഓക്സിഡേഷൻ ഫിനോളിൽ ചെയ്ത ബെൻസോക്വിനോൺ അല്ലെ? അതോടുകൂടി ആ ഒരു ഏരിയ തീർന്നു. അത് കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഏരിയ എടുത്തു കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ തീരും. ഈതറിന്റെ പ്രിപ്പറേഷനും അതുപോലെ എന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ് കുറച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇന്ന് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, പക്ഷേ ഇയാൾക്ക് എക്സാം ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് തീർത്തത്, അല്ലെങ്കിൽ ആ ബുക്കിൽ വെച്ച് കൊണ്ടുപോകാനാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് ടെക്സ്റ്റ് ബുക്കുകളിലെ ബാക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പരിപാടി. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടാതെ വരുമ്പോൾ അതെ ഇതാണ് റെഫറൻസ്. അല്ലാതെ ഈ ചാപ്റ്ററിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു പ്ലാനാണ് കൊണ്ടുപോകുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഇക്വേഷൻസുകൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഓർഡറിലൊക്കെ ആക്കി എഴുതി വെക്കുക കേട്ടോ. ഇനി ഇൻ കേസ് ഇയാൾക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. ആദ്യം നെയിമിംഗ് റിയാക്ഷൻസ് പഠിക്കുക 2 ചാപ്റ്ററിലെ കേട്ടോ. ഈ ചാപ്റ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേരുള്ള റിയാക്ഷൻസ് ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള ഗീവ് റീസൺസ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോ. ഈ 2 സ്റ്റെപ്പ് ആദ്യം എടുത്തു വെക്കാം കേട്ടോ, പുറത്ത് വെക്കാം. ഗീവ് റീസൺ ക്വസ്റ്റ്യൻസ് ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. കുറെ ഉണ്ട്. ഇന്ന് എടുത്തൊരു ഗീവ് റീസൺ അത് പറഞ്ഞിട്ട് വിടുള്ളൂ, അല്ലെങ്കിൽ വിടൂല. ആരെങ്കിലും പറഞ്ഞു തന്നെ ബുക്ക് നോക്കരുത്. ഓർത്തോ ആൻഡ് പാരാനൈട്രോ ഫിനോൾ വിച്ച് ഈസ് സ്റ്റീം വോളറ്റൈൽ ആൻഡ് വൈ കണ്ടോ. ഓർത്തോ അങ്ങനെ കുറച്ചുള്ളൂ അതാ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് 20 കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. ഇയാൾ നിൽക്കണം. വേറെ ആർക്കെങ്കിലും ഈ ചാപ്റ്റർ ഉണ്ടോ? ഈ 2 ചാപ്റ്റർ ഉണ്ടോ? എങ്കിൽ നിന്നിട്ട് വീട്ടിലൊന്ന് പറഞ്ഞാൽ മതി, പോവാം. ഈ ആൽക്കഹോൾ ഉണ്ട്, എക്സാം ഉണ്ട് ഇയാൾക്ക് നാളെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് പോകുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.